മനോഹരമായ ഈ ഹോർത്തൂസ് പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാള മനോരമയുടെ പേരിൽ സ്വാഗതം. വളരെ മനോഹരമായ ആംബിയൻസ് ആണ്. വെയിലില്ല, വലിയ ചൂടില്ല, നല്ല കായൽ കാറ്റുണ്ട്. പിന്നെ നമ്മുടെ സഞ്ചാരത്തിന് ഒരു ബാക്ക്ഡ്രോപ്പ് തീർക്കാൻ എന്നോണം അവിടെ ഒരു ഒരു ക്രൂസ് ഷിപ്പ് നങ്കൂരമിട്ടിട്ടുമുണ്ട്. എന്തുകൊണ്ടും പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറാണ്. ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര, പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത വ്യക്തിത്വം എന്നാണ് ഇദ്ദേഹത്തെ പല വേദികളിലും ഞാൻ പരിചയപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ ഹോർത്തൂസ് വേദിയിൽ അദ്ദേഹം ഒരു പരിചയപ്പെടുത്തൽ അർഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത് മലയാളത്തിൻ്റെ സഞ്ചാര സാഹിത്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ആദ്യകാല സഞ്ചാര സാഹിത്യത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ഇന്ന് കേരളം സന്ദർശിച്ച വിദേശികൾ, പല നൂറ്റാണ്ടുകളായി കേരളം സന്ദർശിച്ച വിദേശികൾ കുറിച്ചിട്ട കുറിപ്പുകളാണ് നമ്മുടെ ആദ്യകാലത്തെ സഞ്ചാര സാഹിത്യം. അത് പ്ലിനി മുതൽ ഇങ്ങോട്ട് മാർക്കോപോളോ, ഇബ്നു ബത്തൂത്ത തുടങ്ങി ഫാഹിയാൻ, അറബ് നാടുകളിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമൊക്കെ ചൈനയിൽ നിന്നുമൊക്കെ വന്ന എഴുത്തുകാർ കാലാകാലങ്ങളിൽ കുറിച്ചിട്ട കുറിപ്പുകളാണ് നമ്മുടെ സഞ്ചാര സാഹിത്യത്തിൻ്റെ ആദ്യ കിരണങ്ങൾ. അതിനുശേഷം ആ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒട്ടേറെ എഴുത്തുകാർ ഗദ്യമായും പദ്യമായും ഒക്കെ ധാരാളം യാത്രാവിവരണങ്ങൾ എഴുതിക്കൊണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ യാത്രാ വിവരണ ശാഖയിലെ ആദ്യ നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പാറേമാക്കൽ തോമാ കത്തനാരും ജോസഫ് മൽപ്പാനും ചേർന്ന് രചിച്ചിട്ടുള്ള വർത്തമാന പുസ്തകം എന്ന റോമ സഞ്ചാര യാത്രാകഥയാണ്. അതാണ് ലക്ഷണമൊത്ത ആദ്യ യാത്രാ വിവരണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അടുത്ത നാഴികക്കല്ല് എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ശ്രീ എസ്.കെ. പൊറ്റക്കാടാണ്. അദ്ദേഹം വളരെ ലളിതമായ രചനകളിലൂടെ നമുക്ക് വാങ്മയ ചിത്രങ്ങൾ എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അന്നൊക്കെ യാത്ര ഇത്ര എളുപ്പമായിരുന്നില്ല. നമ്മൾ നടന്നും കപ്പൽ കയറിയും അല്ലെങ്കിൽ തീവണ്ടിയിലും ഒക്കെ സഞ്ചരിച്ച് ചുറ്റിത്തിരിഞ്ഞ് അലഞ്ഞ് മാസങ്ങളോളം സഞ്ചരിച്ച ശേഷം തിരിച്ച് നാട്ടിൽ വന്ന് 16 നല്ല കൃതികൾ, സഞ്ചാര കൃതികൾ അദ്ദേഹം നമുക്ക് വേണ്ടി തന്നു. അതിൽ പല കൃതികളും വായിച്ചിട്ട് നമ്മൾ വർഷങ്ങൾക്ക് ശേഷം ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ പണ്ടിവിടെ വന്നു പോയതാണ്. അത്ര മിഴിവോടുകൂടിയാണ് അദ്ദേഹം അതിനെ എഴുതി ചേർത്തിരിക്കുന്നത്. അതാണ് ആ ഒരു മഹത്വം. അതിനുശേഷം എൻ്റെ കാഴ്ചപ്പാടിൽ അടുത്ത നാഴികക്കല്ല് സഞ്ചാര സാഹിത്യത്തിൽ വരുന്ന അത് നമ്മളോടൊപ്പം ഇരിക്കുന്ന ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. എന്തെന്ന് വെച്ചാൽ അന്ന് വരെ നൂറ്റാണ്ടുകളായി ലിഖിത രൂപത്തിൽ മാത്രം ഉണ്ടായിരുന്ന സഞ്ചാര സാഹിത്യത്തെ, സഞ്ചാരം എന്ന് പറയുന്നത് കാഴ്ചയാണ്. അപ്പോൾ കാഴ്ചയുടെ എല്ലാ മിഴിവോടും കൂടി അതിനെ വിഷ്വലുകളാക്കി ചലച്ചിത്രങ്ങളാക്കി നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. ആ രീതിയിലാണ് അദ്ദേഹത്തെ നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. മാത്രമല്ല അന്നത്തെ കാലത്ത് ഒരുപക്ഷെ ഇത്തരം പ്രൊഡക്ഷൻസ് ഒന്നുമില്ല. നമ്മുടെ ഒരുപക്ഷെ ഇംഗ്ലീഷിൽ BBC-യോ അല്ലെങ്കിൽ നാഷണൽ ജിയോഗ്രഫിക്കോ ചില രാജ്യങ്ങളെപ്പറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ചില ഡോക്യുമെൻ്ററികളായിരിക്കാം ഉണ്ടായിരുന്നത്. അന്ന് വ്ളോഗേഴ്സോ ഇല്ല. വ്ളോഗേഴ്സ് ഉണ്ടായിരിക്കാം, വ്ളോഗേഴ്സ് എന്തായാലും ഇല്ല. 90കളുടെ അവസാന കാലഘട്ടത്തിലെ കാര്യമാണ് ഞാനീ പറയുന്നത്. അന്ന് ഇദ്ദേഹം ഒരു സഞ്ചാരിയുടെ എല്ലാ ഒരു ഡോക്യുമെൻ്ററിയുടെ എല്ലാ കൃത്യതയോടും അതിൻ്റെ റിസർച്ചോടും അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങും എല്ലാം ഉള്ള ഒരു യാത്രാ വിവരണം, അതേസമയം തോളിലൊരു ക്യാമറയും എടുത്ത് ഒരു വ്ളോഗറെ പോലെ മറ്റേ കയ്യിൽ നമ്മളെയും പിടിച്ച് ഈ സ്ഥലങ്ങൾ മുഴുവൻ കാട്ടിത്തന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത്. നമ്മൾ അദ്ദേഹത്തെ അതുകൊണ്ട് സന്തോഷ് ജോർജ് കുളങ്ങരയെ നമ്മൾ പരിചയപ്പെടുത്തേണ്ടത് മലയാള സഞ്ചാര സാഹിത്യത്തിൻ്റെ വളരെ എണ്ണം പറഞ്ഞ നാഴികക്കല്ലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ല് എന്ന രീതിയിലാണ്. ആ രീതിയിൽ ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിൽ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു. നമുക്ക് സദസ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് സ്വീകരിക്കാം. നമുക്കൊരു അതിനൊക്കെ ഞാൻ വരാം. അതിന് മുമ്പ് 2 ചെറിയ ചോദ്യങ്ങൾ ഞാൻ ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ ചോദ്യം, നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ്റെ ശീർഷകം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, മൈൽസ് ടു ഗോ. അത് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പ്രശസ്ത കവിതയിൽ നിന്ന് മൈൽസ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയോട് അതിനോട് അനുബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇത് നമ്മൾ വളരെ ടെക്സ്റ്റ് ബുക്കായി സ്കൂളുകളിലൊക്കെ പഠിച്ച ഒരു എന്താ പറയുക, ഒരു കവിതയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അതിൻ്റെ സത്വം എന്ന് പറയുന്നത്, നമ്മൾ പല കാര്യങ്ങളും ചെയ്ത് വളരെ സന്തോഷമായി ഇവിടെ ജീവിക്കുന്നു. ഇനി പല കാര്യങ്ങളും നമ്മൾ കമ്മിറ്റ് ചെയ്യാനുണ്ട്, പല ഒബ്ലിഗേഷൻസും നമുക്കുണ്ട്, പല പ്രോമിസസും ഉണ്ട് എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയെ പറ്റി പറഞ്ഞാൽ അദ്ദേഹം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു സാധാരണ വ്യക്തിക്ക് 10 ജന്മത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇതുവരെ ചെയ്തു വെച്ച് കഴിഞ്ഞു. അദ്ദേഹം
എന്തൊക്കെയാണ്? അദ്ദേഹം ഒരു സഞ്ചാരിയാണ്, അദ്ദേഹം ഒരു പ്രിൻ്ററാണ്, പബ്ലിഷറാണ്, അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്, ഒരു ബ്രോഡ്കാസ്റ്ററാണ്, സർക്കാരിൻ്റെ ഒരു ഉപദേശകനാണ്, ഒരു പരിഭാഷകനാണ്, എഴുത്തുകാരനാണ്. പിന്നെന്താണ്? ഈ അടുത്ത കാലത്ത് ടൂർ ഓപ്പറേറ്ററായിട്ട് പോലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഉപരി ലോകത്ത് 151 രാജ്യങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞ് തീർത്തിട്ട് ഇനിയിപ്പോൾ ഇവിടെ ഒന്നും കാണാനില്ല, ലോകം വിട്ട് ബഹിരാകാശത്തേക്ക് കടക്കാൻ അടുത്ത തന്നെ യാത്ര ചെയ്യാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് സന്തോഷം ചോദിക്കാനുള്ളത്, ഇനി എന്താണ് താങ്കൾ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 ജന്മങ്ങൾക്കുള്ള കാര്യങ്ങൾ ഇതിനകം ചെയ്തു. ഇതിനി എന്തെങ്കിലും ചെയ്യാൻ ശേഷിക്കുന്നുണ്ടോ? അതോ എല്ലാം ചെയ്ത് കഴിഞ്ഞോ? ഭാവി എന്താണ്? ഈ ഒരു ചോദ്യത്തിന് ഇദ്ദേഹം ഒരിടത്ത് മറുപടി പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്കിതിൽ ആരംഭിക്കാം. താങ്ക് യു വെരി മച്ച്. എറണാകുളത്തെ ഈ സുഹൃത്തുക്കളെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം സാധാരണ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഇത്തരം ഫെസ്റ്റിവൽ ഞാൻ പങ്കെടുത്തത് കോഴിക്കോട്ടും തിരുവനന്തപുരത്തുമാണ്. ആദ്യമായിട്ടാണ് എറണാകുളത്ത് ഇത്തരത്തിലുള്ളൊരു സാംസ്കാരിക ഉത്സവം നടക്കുന്നത്. ഈ കഴിഞ്ഞ 10 വർഷവും പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പലരോടും, സംഘാടകരോട് പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം ഉണ്ടായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് എറണാകുളത്ത് ഇത് ചെയ്യാത്തത്? കാരണം എനിക്കും വികാരമുള്ള എൻ്റെയും നഗരമാണിത്. അപ്പോൾ അവർ പറഞ്ഞിരുന്നത് എറണാകുളത്ത് ഇത് വിജയിക്കുമോ എന്ന് സംശയമാണ് എന്നാണ്. അതിൻ്റെ ഉത്തരം ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്തിരിക്കുകയാണ്. എറണാകുളം കേരളത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രം തന്നെയാണ് എന്ന് നമ്മൾ തെളിയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എത്തിച്ചേർന്ന, അല്ലെങ്കിൽ ഈ പരിപാടിയെ വിജയിപ്പിക്കുന്ന, ഇതിന് പിന്തുണ നൽകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. ഇനിയുള്ള പദ്ധതികൾ എന്ത് എന്ന് ചോദിച്ചാൽ, അത് പറയാൻ ഏറ്റവും അപകടം പിടിച്ച ഒരു വേദിയാണിതെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അടുത്തത് ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് സാധാരണഗതിയിൽ ഒരാൾ പറയാറില്ല. പറയുന്നത് വലിയ അപകടമാണ്. ഇന്നത്തെ കാലത്ത് ഞാനിത് പറച്ച് തീർന്ന് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ആ പരിപാടി പലരും തുടങ്ങിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടത് പറയുന്നില്ല. പക്ഷേ യാത്രകളുമായി ബന്ധപ്പെട്ട മേഖലയും തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ ശ്രദ്ധിക്കുന്ന മേഖല. അവിടെ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ചില പദ്ധതികളുമായി താമസിയാതെ ഞാൻ വീണ്ടും വരും. അടുത്ത സംരംഭമായിട്ട് വരും. അതിൻ്റെ ചെറിയ തുടക്കം ആയി നമ്മൾ ആളുകളെ എൻ്റെ സഞ്ചാരത്തിനൊപ്പം ലോകരാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ചില പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. ആ പദ്ധതിയുടെ അടുത്ത ഘട്ടമായിട്ട് ഏറ്റവും സാധാരണക്കാരന്, അത് ഞാൻ നിരന്തരം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഒരു ദിവസം ഒരു 100 രൂപ മാറ്റിവെക്കാൻ കഴിയുന്ന ഒരാൾക്ക്, ഒരു ദിവസം 100 രൂപ സേവ് ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് ലോകരാജ്യങ്ങൾ വർഷത്തിലൊന്നോ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴോ ലോകരാജ്യങ്ങൾ സന്ദർശിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയുമായി എൻ്റെ ദീർഘകാല പ്രേക്ഷകരെ ലോകത്തിൻ്റെ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു കാര്യം. 2, നിങ്ങൾ ഈ ലോകയാത്രയുടെ അനുഭവങ്ങൾ, നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവങ്ങളെ മറ്റൊരു തലത്തിലേക്ക് മാറ്റുന്ന ഒരു ബൃഹത് പദ്ധതിയും നടത്താനുള്ള ഒരുക്കത്തിലാണ്. ബാക്കി വിശദാംശങ്ങൾ അതിൻ്റെ സമയം അടുത്ത് വരുമ്പോൾ കൃത്യമായിട്ട് പറയാം. താങ്ക് യു. എന്തായാലും ഇനി കുറേയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഉണ്ടല്ലോ. തീർന്നിട്ടില്ല. തീർച്ചയായിട്ടും ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം നമ്മൾ സ്വപ്നം കണ്ട, നമ്മൾ ആഗ്രഹിക്കുന്ന പദ്ധതികളുടെയൊക്കെ ചെറിയൊരു ശതമാനമേ നമുക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൂ. അത് വാസ്തവമാണ്. അപ്പോൾ നമ്മൾ ഒരു ട്രാവലോഗ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ട്രാവൽ വീഡിയോ ചെയ്തു, പബ്ലിഷ് ചെയ്തു, അല്ലെങ്കിൽ മറ്റ് ചില പ്രവർത്തനങ്ങൾ ചെയ്തു, ഇതൊന്നും മാത്രമല്ല നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. നമുക്ക് ഇനിയും ഏറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. 2, ഇനിയുള്ള കാലത്ത് ഈ മാറിവരുന്ന സാഹചര്യത്തിൽ, മാറിവരുന്ന ലോകത്തിൽ നമ്മുടെ ശൈലികൾ, നമ്മളുടെ പ്രവർത്തന രീതികൾ ഒക്കെ മാറ്റേണ്ടതുണ്ട്. ഈ 30 വർഷം മുമ്പ്, അല്ലെങ്കിൽ ഏതാണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ 28 വർഷം മുമ്പാണ് ഞാൻ സഞ്ചാരം ആരംഭിച്ചത്. ആ സഞ്ചാരത്തിൻ്റെ വളർച്ചയുടെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കേണ്ട സമയമായി കഴിഞ്ഞു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇനി ഒരു ചോദ്യം കൂടെ ചോദിച്ചതിന് ശേഷം നമുക്ക് സദസ്സിലേക്ക് കടക്കാം. അത് നമ്മുടെ ഒരു പേഴ്സണൽ രീതിയിലുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ തമ്മിൽ കുറേ സാമ്യങ്ങളുണ്ട്. സന്തോഷ് ജോർജ്, ഇറ്റ്സ് സോ ഹാപ്പൻ. പക്ഷെ അതുകൂടാതെ താങ്കൾ അടിസ്ഥാനപരമായ മാധ്യമ പ്രവർത്തനമാണ് പഠിച്ചത്. അതാണ് ഇപ്പോൾ പ്രധാനമായും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ താങ്കളൊരു സഞ്ചാരിയാണ്. 151 രാജ്യങ്ങൾ സഞ്ചരിച്ച ഒരാളുടെ മുമ്പിലിരുന്ന് 50 രാജ്യങ്ങൾ പോലും സഞ്ചരിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തി എന്ന രീതിയിൽ സഞ്ചാരി എന്ന് പരിചയപ്പെടുത്തി എനിക്ക് ലജ്ജയുണ്ടെങ്കിലും ഒരു ചെറിയ സഞ്ചാരിയാണ്.
പിന്നെ മൂന്നാമതൊരു കാര്യം സോളോ. നമ്മൾ ഒറ്റയ്ക്കാണ് ഈ പ്രോജക്റ്റുകൾക്ക് വേണ്ടി പലപ്പോഴും യാത്ര ചെയ്യുക. ഈ ഹോർത്തൂസിന് വേണ്ടി കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഒരു പുസ്തകം, എൻ്റെ ഒരു പുസ്തകം, യാത്രാ പുസ്തകത്തിൻ്റെ പേര് തന്നെ സോളോ ഒറ്റയ്ക്ക് നടന്ന വഴികളെന്നാണ്. അപ്പോൾ താങ്കൾ ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു രീതി, പിന്നെ താങ്കളൊരു അടിസ്ഥാനപരമായ മാധ്യമ പ്രവർത്തകനായിരിക്കുന്ന രീതി. ഇപ്പോൾ ഈ ഒരു മാധ്യമ പ്രവർത്തകൻ എങ്ങനെയാണ് വ്യത്യസ്തമായി ഈ ഒരു യാത്രയെ കാണുന്നത്? അത് ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഈ 2 കോമ്പിനേഷൻ കൂടി ചേരുമ്പോൾ അതെങ്ങനെയാണ് മറ്റുള്ളവരുടെ പ്രൊഡക്ഷനിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? ഈ വ്യത്യസ്തമാകാൻ വേണ്ടി നമ്മൾ നടത്തുന്ന പല പ്രവർത്തനങ്ങളുണ്ട്. പക്ഷേ നമുക്കറിയാം, ഈ വ്യത്യസ്തത നമുക്കൊരു ബാധ്യതയായി മാറിയിരിക്കുന്ന ഒരു കാലമാണിത്. കാരണം ബാധ്യത എന്ന് പറയുമ്പോൾ, ഞാനിപ്പോൾ ഒരു 2 തലമുറയുടെ ഒപ്പം ഈ സഞ്ചാരം പ്രവർത്തിച്ചിട്ടുണ്ട്. സഞ്ചാരം തുടങ്ങിയ കാലത്ത് നമുക്കറിയാം, ടെലിവിഷൻ്റെ ഒരു വളർച്ചയുടെ തുടക്ക കാലഘട്ടത്തിലാണ്. 90കളുടെ മധ്യകാലം. ഞാൻ 92, 93 കാലം മുതൽ ടെലിവിഷനിൽ പ്രവർത്തിക്കുന്നയാളാണ്. അതിനുശേഷമാണ് 97-ൽ സഞ്ചാരം ആരംഭിക്കുന്നത്. അപ്പോൾ അന്ന് മാസ്റ്റേഴ്സായ പല ആളുകളും വിഷ്വൽ മീഡിയയിലേക്ക് കടന്നു വന്ന നമുക്ക് തന്ന ഒരു പരിശീലനമുണ്ട്. ആ പരിശീലനത്തിൽ ഏറ്റവും പ്രധാന കാര്യങ്ങൾ വിഷ്വലിൻ്റെയും ഓഡിയോയുടെയും, അല്ലെ ശബ്ദത്തിൻ്റെയും ദൃശ്യത്തിൻ്റെയും പെർഫെക്ഷനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് തന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൃശ്യപരമായ ഒരു പെർഫെക്ഷൻ, അതിൻ്റെ ഷൂട്ട് ചെയ്യുമ്പോഴാവട്ടെ, എഡിറ്റ് ചെയ്യുമ്പോഴാവട്ടെ, അതിൽ മറ്റു കാര്യങ്ങൾ ചേർക്കുമ്പോൾ, സബ്സ്റ്റൈറ്റിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേർക്കുമ്പോഴാവട്ടെ, അതിൽ ഒരു ക്ലാസിക് പെർഫെക്ഷന് വേണ്ടിയുള്ള ഒരു പരിശീലനം നമുക്ക് കിട്ടി. അതേപോലെ തന്നെ അതിൻ്റെ കണ്ടൻറ്റിൽ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അതിൽ കൊടുക്കേണ്ട കണ്ടൻറ്റ്, അത് ഏറ്റവും ആധികാരികമായിരിക്കാൻ പരമാവധി ശ്രമിക്കുക. അത് ഗവേഷണം ചെയ്തതായിരിക്കുക. അതൊരു മനുഷ്യനൊരു ഡോക്യുമെൻ്ററി കൊടുക്കുന്നത് പോലെ ഏറ്റവും പണ്ഡിതനായ, വിദ്യാസമ്പന്നനായ, നല്ല വിവരമുള്ള, സമൂഹത്തിലെ ഏറ്റവും വായനാശീലമുള്ള ഒരാൾക്ക് പോലും പുതിയ അറിവ് കൊടുക്കുന്ന ഒന്നായിരിക്കണമെന്ന് ഇത്തരം ചിന്തകളും ആശയങ്ങളും തന്നാണ് എന്നെപ്പോലുള്ള ആളുകൾ ആ തലമുറയിൽ മാധ്യമരംഗത്തേക്ക്, പ്രത്യേകിച്ച് ടെലിവിഷനിലേക്ക് വരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ പലരും സ്റ്റുഡിയോയിലെ വീഡിയോ എഡിറ്റേഴ്സ് ആവട്ടെ, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആവട്ടെ, ഒക്കെ മാറി പുതിയ തലമുറയിലെ ആളുകൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ സഞ്ചാരത്തിൻ്റെ ഒരു മൂല്യം, അല്ലെങ്കിൽ അത്തരം മൂല്യബോധങ്ങൾ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുകയും അവരെ ഇൻസിസ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടായി മാറിയിരിക്കും. കാരണം വിഷ്വലിനെക്കുറിച്ച് ആദ്യകാലത്തുണ്ടായിരുന്ന ധാരണയെല്ലാം മാറി. വിഷ്വൽ ഏറ്റവും കാഷ്വൽ ആവുക, അതായത് നിങ്ങൾ ഒരു മര്യാദയ്ക്ക് ഇളക്കമില്ലാത്ത ഒരു ക്യാമറയുമായിട്ട് എടുക്കുന്ന വീഡിയോ കാണാൻ ഇന്ന് ആളില്ലാത്ത സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇളകുകയും റഫായിട്ട് പ്രവർത്തിക്കുകയും അശ്രദ്ധമായിട്ട് ക്യാമറ പിടിച്ചു എന്ന് തോന്നിക്കുകയും ചെയ്യുന്ന വിഷ്വൽസ് കാണാനാണ് ദൃശ്യമാധ്യമങ്ങൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ആളുകൾക്ക് താല്പര്യം. അല്ലാതെ ഒരു ട്രൈപോഡിൽ വെച്ച പ്രൊഫഷണലായി ഷൂട്ട് ചെയ്ത ഒരു പ്രോഗ്രാം കാണാൻ ആളുകളെ കിട്ടാത്ത കാലത്ത് ആ പ്രേക്ഷകരെ കൂടെ നിർത്തുക എന്നുള്ളതാണ് സഞ്ചാരം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി. അപ്പോൾ ഈ ക്വാളിറ്റിയെ സംബന്ധിച്ചുള്ള ധാരണകൾ കഴിഞ്ഞ 30 വർഷം കൊണ്ട്, പ്രത്യേകിച്ച് വിഷ്വൽ മീഡിയയിൽ മാറി വന്നു. ക്വാളിറ്റി എന്ന് പറയുന്ന ധാരണ മാറി. പഴയത് ഗംഭീരമായിരുന്നു, ഇപ്പോഴത്തെ മോശമാണെന്നല്ല എൻ്റെ അർത്ഥം. ഈ ട്രാൻസിഷൻ്റെ ഒരു പീരീഡിലാണ്. കാരണം റിയലിസ്റ്റിക് ആകണമെങ്കിൽ അശ്രദ്ധമായ, അല്ലെങ്കിൽ ശ്രദ്ധയോടുകൂടി എടുത്ത ദൃശ്യങ്ങളുടെ ആവശ്യമില്ല എന്നുള്ളൊരു ചിന്ത വന്നു. ശ്രദ്ധയോടെ എടുത്ത ദൃശ്യങ്ങൾ ഫാബ്രിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി കൃത്യമായി തയ്യാറെടുപ്പുകളോട് എടുത്തതാണ്. അതിനു പകരം കാൻഡിഡായ, അല്ലെങ്കിൽ നാച്ചുറലായ, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ സഞ്ചാരത്തിലെ 97, 98 പ്രിപ്പയർ ചെയ്യുമ്പോൾ അക്കാലത്തെ മാധ്യമപ്രവർത്തകർക്കറിയാം, ഒരു ഡോക്യുമെൻ്ററിക്ക് ശബ്ദം കൊടുക്കുന്നത് പ്രൊഫഷണലുകളായിരുന്നു, വോയിസ് ഓവർ ആർട്ടിസ്റ്റുകളായിരുന്നു. ഇന്ന് ഒരു ട്രാവലോഗിനോ ഡോക്യുമെൻ്ററിക്കോ അത് ഷൂട്ട് ചെയ്യുന്നയാൾക്കോ വഴിപോക്കനോ, അല്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ വന്നിരുന്ന ഒരു ക്യാരക്ടറിനോ അയാളുടെ സ്വാഭാവികമായ ശബ്ദത്തിൽ വോയിസ് ഓവർ കൊടുക്കാം. വോയിസ് ഓവർ പോലും വേണ്ട, ലൈവായിട്ട് ആ കൂടെ കൊടുക്കാം. അത് സ്വീകരിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, അതിനാണ് കൂടുതൽ സ്വീകാര്യത വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ട്രാൻസിഷനിൽ ഈ ഒരു മാധ്യമത്തെ, പ്രത്യേകിച്ച് ഇത്തരം ഒരു കണ്ടന്റിനെ നിലനിർത്തുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഒരു കാര്യത്തിൽ വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. താങ്കൾ ആദ്യകാലത്ത് വളരെ ഈ ക്യാമറ ആയിട്ട് പോകുന്ന ഒരു ക്യാമറയെ പറ്റൂ, അങ്ങനെ പോയി. പിന്നീട് ഈ പ്രോഗ്രാം വളരെ വികസിച്ച് വന്നപ്പോൾ വേണമെങ്കിൽ താങ്കൾക്ക് മൾട്ടി ക്യാം സെറ്റപ്പ്, ഒരു ക്യാമറാമാനോ അല്ലെങ്കിൽ കുറച്ച് ഡ്രോൺ ഷോട്ട്സോ അങ്ങനെയൊക്കെ ആകാം. പക്ഷെ അതിനൊന്നും താങ്കൾ ശ്രമിച്ചില്ല. ഈ സഞ്ചാരം എന്ന് പറയുന്ന ടൈറ്റിൽ പോലെ തന്നെ അത് വളരെ ഡിഫൈൻഡ് ആണ്, അല്ലെങ്കിൽ വളരെ എന്താ പറയുക, ജാടകളില്ല എന്നുള്ളൊരു രീതിയുണ്ടല്ലോ. സഞ്ചാരത്തിൽ തന്നെ എല്ലാം ഉണ്ട്, യാത്രയാണെന്നറിയാം, ക്ലിയറാണ്. അപ്പം ആ ഒരു അതുകൊണ്ടാണോ അത് അങ്ങനെ ഒരു മനഃപൂർവ്വം ലാളിത്യം
സ്വീകരിച്ചാണ്. എന്തുകൊണ്ടാണ് മറ്റേ ആ ഒരു മൾട്ടി ക്യാം സെറ്റപ്പിലേക്കൊക്കെ പോകാതിരുന്നത്? അല്ല, ഇത് തന്നെയാണ് കാരണം. ഈ മൾട്ടി ക്യാം ഉൾപ്പെടെയുള്ള പ്രൊഫഷണലായ കണ്ടന്റ് ഇപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ, ന്യൂസ് സ്റ്റുഡിയോയിലോ ഒരു മറ്റ് ടെലിവിഷൻ ചാനലിൻ്റെ സ്റ്റുഡിയോയിലോ ഷൂട്ട് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഔട്ട്ഡോറിൽ അങ്ങനെ പ്രൊഫഷണലായിട്ട് ഷൂട്ട് ചെയ്യുന്ന പോലത്തെ ഒരു ട്രാവലോഗ് ഇന്ന് വ്യൂവർഷിപ്പ് ഉണ്ടാവില്ല. നാച്ചുറൽ ആവുക എന്നുള്ളതും, അത് ആളുകൾ പ്രതീക്ഷിക്കുന്നത് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ അനുഭവങ്ങളെയും കാഴ്ചകളെയും അവർക്ക് പകർത്തി കൊടുക്കുന്നു എന്ന് മാത്രമാണ്. അതാണ് അവർക്ക് വേണ്ടത്. ഇപ്പം നമുക്കിനി സദസ്സിൻ്റെ 1-2 ചോദ്യങ്ങൾ സ്വീകരിക്കാം. അപ്പോൾ അതിന് മുമ്പ് 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊട്ടെ. ചില റൂൾസ് വളരെ വിശദീകരിച്ച് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കരുത്. ഏറ്റവും ക്രിസ്പായി ചോദ്യങ്ങൾ ചോദിക്കുക. സഞ്ചാരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുക. കാരണം മറ്റൊരു സെഷൻ ഉച്ചകഴിഞ്ഞ് ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് സഞ്ചാരമായിട്ട് തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യാം, അല്ലേ? പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ പേര്, നിങ്ങൾ എന്താണ്, എവിടുന്നാണ്, നിങ്ങളുടെ പ്രൊഫഷൻ പെട്ടെന്ന് പറഞ്ഞിട്ട് വളരെ 1 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ചോദ്യം ചോദിക്കുക. ബിക്കോസ് നമ്മളെല്ലാം സന്തോഷ് ജോർജ് കുളങ്ങരയെ കേൾക്കാനാണ് ഇവിടെ ഇരിക്കുന്നത്, നമ്മുടെ മറ്റു കാര്യങ്ങൾ കേൾക്കാനല്ല. അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ചോദ്യം സ്വീകരിക്കാം. എൻ്റെ പേര് ജിഷ എന്നാണ്. ഞാൻ തിരുവനന്തപുരത്തുകാരിയാണ്. എഡ്യൂക്കേഷൻ ഫീൽഡിലെ ആളാണ്. യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയും എന്നാൽ അതിന് ഒത്തിരി അവസരങ്ങൾ ലഭിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. ചെറിയ പ്രായം മുതൽ ആഗ്രഹമാണ്, പക്ഷെ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ഫീൽഡിലായതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാമെന്ന് വിചാരിക്കും. നമുക്കിപ്പോൾ സിലബസുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ഒരു സിലബസ് ഫോളോ ചെയ്ത് പഠിക്കുന്ന കുട്ടികളാണ്. പക്ഷേ യാത്ര എന്നത് നമ്മുടെ സിലബസുകളിലില്ല. ഈവൻ സ്കൂളുകളിലായാലും നമ്മൾ ടൂറൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോ ഏജൻസികളും അല്ലെങ്കിൽ ടൂർ പാക്കേജസ് ഒക്കെ വന്ന് അവരുടെ ഒരു പാക്കേജ് കൊടുക്കുന്നു. സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനും ഒക്കെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പാക്കേജ് അവർ സെലക്ട് ചെയ്യുന്നു. കുട്ടികൾക്ക് ഓപ്ഷൻ ഇല്ല. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾ പോകുന്നു. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ, ഈ ഒരു യാത്രയോടുള്ള പാഷൻ ചെറിയ പ്രായം മുതൽ കുട്ടികൾക്ക് വരേണ്ടതല്ലേ? അല്ലെങ്കിൽ അത് വരുത്താൻ വേണ്ടി നമുക്ക് എഡ്യൂക്കേഷൻ ഫീൽഡിൽ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും? ഇത് സിലബസിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? അപ്പം അങ്ങനെയാണെങ്കിൽ അതിന് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോൾ ചില ഫീൽഡ് ട്രിപ്പൊക്കെ ചില പർട്ടിക്കുലർ സിലബസിലുണ്ട്, ഇൻ്റർനാഷണൽ സ്കൂളുകളിലൊക്കെ ഫോളോ ചെയ്യുന്നത്. പക്ഷേ അത് ലിമിറ്റഡ് ആണ്. പക്ഷെ നമ്മൾ സാധാരണക്കാരുടെ കുട്ടികളൊക്കെ പഠിക്കുന്ന ഗവൺമെൻറ് സിലബസിലൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇൻ ഫ്യൂച്ചർ അതിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടോ? നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റി ട്രാവലായിരിക്കണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത് എൻ്റെ ഒരഭിപ്രായം മാത്രമല്ല, ഞാൻ ഈ ലോകരാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാൻ ഓസ്ട്രേലിയയിലുണ്ടായിരുന്നു. ഓസ്ട്രേലിയയിലെ പെർത്തിലാണ്. പെർത്തിൽ ഫ്രീമാൻഡിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഫ്രീമാൻഡിൽ പ്രിസൺ ഉണ്ട്. ഒരു നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ജയിലാണത്. ഞാൻ രാവിലെ ഷൂട്ട് ചെയ്യാൻ പെർമിഷനൊക്കെ വാങ്ങി അവിടെ ചെന്ന് കാത്തു നിൽക്കുമ്പോൾ എൻ്റെ ഊഴം 10:30-ക്കാണ്. 10 മണി കഴിഞ്ഞപ്പോൾ കുറേ കുട്ടികളെ നയിച്ചുകൊണ്ട് അധ്യാപകർ വരുന്നു. ഈ അധ്യാപകരോടൊപ്പം ആ ജയിലിലെ, ഇപ്പോൾ ജയിൽ മ്യൂസിയമാണ്, അവിടുത്തെ ഉദ്യോഗസ്ഥരും വന്ന് കുട്ടികളെ നിരത്തി നിർത്തി ആദ്യം അതിൻ്റെ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നു. പിന്നീട് അവർ ജയിലിനുള്ളിലേക്ക് പോകുന്നു. അവിടെ താമസിച്ച തരത്തിൽ ഏത് തരം തടവ് പുള്ളികളാണ് ഉണ്ടായിരുന്നത്, അക്കാലത്ത് 1800-കളിലെ ആ തടവുകാരുടെ ദൈനംദിന ജീവിതം എങ്ങനെയായിരുന്നു, അവരെന്തുകൊണ്ട് തടവറയിലെത്തി, അവരെങ്ങനെ പിന്നീട് മോചിക്കപ്പെട്ടു, കാലഘട്ടത്തിനനുസരിച്ച് ജയിലുകളിൽ വന്ന മാറ്റം, ഇങ്ങനെ ഓരോ കാര്യത്തിലൂടെ അവർ സഞ്ചരിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു അര ദിവസത്തെ യാത്ര കഴിഞ്ഞ് ആ ജയിലിൽ നിന്ന് മടങ്ങുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്ന എന്തെല്ലാം വീക്ഷണങ്ങളാണ്. നമ്മൾ 100 ക്ലാസ്സുകളിൽ സാൻമാർഗിക ഉപദേശം നൽകുന്നതിനേക്കാൾ ഒരു ജയിലഴിക്കുള്ളിലെ ജീവിതത്തിൻ്റെ ദുരിതം എന്താണെന്നും അവിടുത്തെ പ്രതിസന്ധി എന്താണെന്നും എങ്ങനെയാണ് ഒരു ക്രിമിനൽ ഉണ്ടാവുന്നതെന്നും ആ ക്രിമിനലായി മാറിയാൽ ക്രിമിനൽ മൈൻഡുള്ള ഒരാളുടെ ഭാവി എങ്ങനെയായി മാറുമെന്നൊക്കെയുള്ള പാഠങ്ങൾക്കുപരി മറ്റ് പല നിരവധി സാമൂഹ്യ ശാസ്ത്രം അവർ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പലപ്പോഴും പാരീസിലെ ലൂവ് മ്യൂസിയത്തിൽ, ഈയിടെ മോഷണം നടന്ന ലൂവ് മ്യൂസിയത്തിൽ ചെല്ലുമ്പോൾ LP ക്ലാസ്സിലെ കുട്ടികളുമായി ലോകപ്രശസ്തമായ പെയിൻറ്റിങ്ങുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന കോറിഡോറുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ 10-20 കുട്ടികളുടെ ചെറിയൊരു സംഘം വന്ന് ലോകപ്രശസ്തമായ പെയിൻറ്റിങ്ങുകളുടെ മുന്നിൽ അവർ ചമ്രം പടിഞ്ഞ് നിലത്തിരിക്കുന്നു. അവരോടൊപ്പം ഒരു അധ്യാപകൻ നിലത്തിരുന്നിട്ട് ചുവരിലെ ആ ചിത്രത്തെ, പെയിൻറ്റിങ്ങിനെ കാണിച്ചു കൊടുത്ത്, അത് ആ പെയിൻറ്റിങ് എന്ന് പറയുന്നത് നെപ്പോളിയൻ്റെ കിരീടധാരണം എന്ന് പറയുന്ന പെയിൻറ്റിങ്ങാണ്. അത് പോപ്പാണ് തലയിൽ കിരീടം വെച്ച് കൊടുക്കുന്നത്. ആ ചരിത്രകഥ മുതൽ ആ ചിത്രത്തെ എങ്ങനെ ആസ്വദിക്കണമെന്ന് വരെ ടീച്ചർ പറഞ്ഞു കൊടുക്കുക. കാരണം അതൊരു പെയിൻറ്റിങ്ങിൻ്റെ ചിത്രരചന പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. ആ അധ്യാപകൻ പറയുന്ന ഞാൻ കുറച്ചു നേരം ഒന്ന് കേൾക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ആ കൊട്ടാരത്തിൻ്റെ ആ മുറിയുടെ ആ ലെഫ്റ്റ് സൈഡിൽ ഒരു ജനലുണ്ട്.
ആ ജനലിലൂടെ വെളിച്ചം അകത്തേക്ക് വരുന്നുണ്ട്. ആ വെളിച്ചം വരുമ്പോൾ രാജാവിൻ്റെ ചക്രവർത്തിയുടെ മുഖത്തിൻ്റെ ആ സൈഡിൽ വെളിച്ചം കൂടുതൽ വന്നതായിട്ട് അവിടെ മഞ്ഞ നിറം പെയിൻറ്റിങ്ങിൽ കൂടുതൽ കൊടുത്തിരിക്കുന്നു. മറ്റേ സൈഡിൽ ബ്രൗൺ കളറാണ്. അപ്പോൾ ഒരു ചിത്രത്തെ എങ്ങനെ ആസ്വദിക്കണമെന്ന് കുട്ടിയെ പഠിപ്പിക്കുകയാണ്. സാമൂഹ്യശാസ്ത്രം മുതൽ കലാബോധം വരെ വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുന്നത് ഇത്തരം യാത്രകളിലൂടെയാണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം എന്താണ്? നമ്മളുടെ പലപ്പോഴും ശൂന്യതയെക്കുറിച്ച്, സാംസ്കാരിക ബോധമില്ലായ്മയെക്കുറിച്ച്, കലാബോധമില്ലായ്മയെക്കുറിച്ചൊക്കെ നമ്മൾ വ്യാചലരമുണ്ട്. ആ ഭാഷയിലല്ല പറയാറുള്ളത്. പൗരബോധമില്ല, നമുക്ക് വൃത്തിയില്ല, വെടിപ്പില്ല എന്ന് പറയുന്നത്. ഇതുണ്ടാവേണ്ടത് ഈ പൗരബോധം ഉണ്ടാകുന്നതിലൂടെയും സാംസ്കാരിക ബോധവും കലാബോധവും കുട്ടികളുടെ ചെറുപ്പത്തിലെ മനസ്സിൽ കയറുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ അത്തരം വിദ്യാഭ്യാസമുള്ളൊരു നാട്ടിലെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ സുന്ദരമാണ് ഈ നാടെന്ന് നമുക്ക് തോന്നുന്നത്, ഇത് മനോഹരമാണ് ഈ പ്രദേശം എന്ന് തോന്നുന്നത്. നമുക്കങ്ങനെ ഒരു പരിശീലനം കിട്ടാത്തത് കൊണ്ട് നമ്മളൊരു കട തുടങ്ങുമ്പോഴും വീട് പണിയുമ്പോഴും തെരുവ് ഡിസൈൻ ചെയ്യുമ്പോഴും അത് കലാപരമായോ സൗന്ദര്യബോധത്തോടെ ഉണ്ടാവണോ നമ്മൾ ചിന്തിക്കുന്നേയില്ല. നമ്മളുണ്ടാക്കിയതൊക്കെ ഗംഭീരമാണെന്ന് നമ്മൾ തന്നെ അങ്ങ് ആശ്വസിക്കുകയും അഭിമാനിക്കുകയുമാണ്. നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് പോയി തുടങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ പെർത്തോ അല്ലെങ്കിൽ ജർമ്മനിയിലെ മ്യൂണിക്കോ, എന്തിനേറെ ദുബായിയോ ഖത്തറിലെ ദോഹയോ, എന്തിനേറെ തൊട്ടടുത്തുള്ള മാൽദീവ്സ് പോലുമോ നമ്മളെക്കാൾ എത്രയോ മനോഹരവും സുന്ദരവുമാണെന്ന് തിരിച്ചറിവ് ഈ അടുത്ത കാലത്ത് ഉണ്ടാകുന്നത്. 97 ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ സ്വന്തം നാടിനെ വിമർശിക്കാൻ ഇറങ്ങിയ രാജ്യദ്രോഹി എന്നായിരുന്നു എനിക്ക് മേൽ മുദ്ര കുത്തപ്പെട്ടിരുന്നത്. സ്വന്തം മക്കൾ വിദേശത്ത് പോയിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് ഫോട്ടോ എടുത്ത് അയക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ മലയാളിക്ക് മനസ്സിലായി ഞാനൊരു 25 കൊല്ലം മുമ്പ് പറഞ്ഞത് സത്യമായിരുന്നു എന്ന്. അപ്പോൾ നമ്മുടെ കുട്ടികളിൽ ഈ ഒരു പൗരബോധം, സാംസ്കാരിക ബോധം ഉണ്ടാകണമെങ്കിൽ, ഉത്തമ പൗരന്മാരാക്കണമെങ്കിൽ അവർക്ക് മറ്റു ജീവിത അനുഭവങ്ങളിലേക്ക് ക്ലാസ് മുറിയുടെ 4 ചുവരുകളുടെ പുറത്തേക്ക് കൊണ്ടുപോയേ പറ്റൂ. തീർച്ചയായും യാത്രകൾ നിർബന്ധമായിട്ടും ഓരോ പാഠ്യപദ്ധതിയുടെയും ഭാഗമാകേണ്ടതുണ്ട്. അത്രേ ഉള്ളൂ. ഇദ്ദേഹം പറഞ്ഞത് ഞാനും പലപ്പോഴും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. പല രാജ്യങ്ങളും നമ്മൾ സന്ദർശിക്കുമ്പോൾ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കുട്ടികളെ ഗ്രൂപ്പായിട്ട് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്നു, വിശദീകരിച്ചു കൊടുക്കുന്നതൊക്കെ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യങ്ങൾ ക്രിസ്പായി ചോദിക്കുക, ഇതിലും ചെറുതായി ചോദിക്കുകയാണ്. ചോദ്യങ്ങൾക്ക് ഏറ്റവും അർത്ഥവത്തായ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മനോരമ ഓൺലൈനിൽ നിന്ന് കുറച്ച് ഗിഫ്റ്റുകൾ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഏറ്റവും ചുരുക്കി ചോദിക്കുക. അർത്ഥവത്തായ മറുപടിക്ക് സമ്മാനമുണ്ട്. അപ്പോൾ സമ്മാനം. ഹലോ സാർ, എൻ്റെ പേര് ജയസൂര്യ, ആലപ്പുഴയാണ് സ്ഥലം. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, നമ്മുടെ നാട്ടിൽ ധാരാളം ഹെറിറ്റേജ് ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പക്ഷേ വേണ്ടത്ര രീതിയിൽ പരിഗണിക്കപ്പെടുന്നില്ല. അപ്പോൾ നമ്മുടെ ടൂറിസം എത്രത്തോളം നമ്മുടെ ഈ ഹെറിറ്റേജ് ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ ഒരു പൊട്ടൻഷ്യലിനെ കുറിച്ച് സാർക്ക് എന്താണ് അഭിപ്രായം? ഹെറിറ്റേജ് കെട്ടിടങ്ങളെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, നമ്മളിരിക്കുന്നത് ഇവിടെ ആയതുകൊണ്ടും പറയുകയാണ്. നിങ്ങൾ ഇത്തിരി അങ്ങോട്ട് നടന്നാൽ, കുറച്ചൊക്കെ നടന്നു കഴിയുമ്പോൾ വലതുവശത്ത് ഒരു കോടതി കോംപ്ലക്സ് ഉണ്ട്. ജില്ലാ കോടതിയാണെന്നാണ് എൻ്റെ ഓർമ്മ. സത്യത്തിൽ മനോഹരമായ ഹെറിറ്റേജ് മന്ദിരമാണ്. അതിൽ നിന്ന് ആ കോടതി ഉൾപ്പെടെയുള്ള സാധനങ്ങളെ മാറ്റിയിട്ട് അത് കാക്കനാട്ടേക്കോ അതിനപ്പുറത്തേക്കോ എവിടെയെങ്കിലും കൊണ്ടാക്കിയിട്ട് ഈ പ്രധാനപ്പെട്ട കായൽ തീരത്തെ ഈ ഉദ്യാനത്തിന് മുന്നിലെ ആ പൈതൃക മന്ദിരങ്ങളെ കൊച്ചിയുടെ സാംസ്കാരിക കേന്ദ്രമാക്കി ഒരു മ്യൂസിയം ആക്കി മാറ്റേണ്ട കാലം കഴിഞ്ഞു, ബോധമുള്ള ഭരണാധികാരികളാണെങ്കിൽ. ഈ കായൽ തീരത്ത് ഈ ഉദ്യാനത്തിന് മുമ്പിൽ ഒരു കോടതി പ്രവർത്തിക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഇതാണ് ഈ സാംസ്കാരിക ബോധം എന്ന് പറയുന്നത്. എവിടെ വേണമെന്നുള്ളൊരു ബോധം വേണം, എവിടെ ഏത് വെക്കണം. ഈ പാർക്ക് അവന്യൂവിൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലത്ത് ലോകത്താരും കോടതി കൊണ്ടുപോയി വെക്കില്ല. അത് ഒരു ടൗൺ പ്ലാനറുടെയോ കോർപ്പറേഷൻ്റെയോ അവിടുത്തെ ഭരണാധികാരികളുടെയോ MLA-യുടെയോ MP-യുടെയോ ഒക്കെ തലയിൽ ഉണ്ടാവേണ്ട ഒരു ബോധമാണ്, ഒപ്പം പൊതുജനങ്ങളുടെയും. കാരണം ഇത് മാറ്റാൻ അവരൊരു തീരുമാനം എടുത്താൽ പൊതുജന സമരമായിട്ട് പിറ്റേ ദിവസം എത്തും. അതാണ് പ്രശ്നം. അതുപോലെ തന്നെ നമ്മുടെ ലോ കോളേജ് ഉണ്ട്. ലോ കോളേജ് ഈ ഒരു രാജ്യത്തിൻ്റെ, കൊച്ചി രാജ്യത്തിൻ്റെ നിയമനിർമ്മാണ സഭയായിരുന്നു എന്ന് ഇന്നത്തെ തലമുറയ്ക്ക് എത്ര പേർക്കറിയാം? മറ്റേതെങ്കിലും ഒരു രാജ്യമാണെങ്കിൽ ആ നിയമനിർമ്മാണ സഭയെ എങ്ങനെയായിരിക്കും സംരക്ഷിക്കുക? നൂറ്റാണ്ടിൻ്റെ പഴക്കമുള്ള നമ്മുടെ ലോ കോളേജ് കിട്ടണോ അതെ? അപ്പോൾ ഈ പൈതൃകം എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം എന്തെന്നോ നമ്മുടെ ചരിത്രവും പാരമ്പര്യവും എന്തെന്ന് പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുന്നതിനോ യാതൊരു പ്രവർത്തനവുമില്ലാതെ എന്നെപ്പോലുള്ള ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് പൈതൃകം സംരക്ഷിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ നമ്മുടെ ഭരണാധികാരികൾക്കും പൊതുജനങ്ങൾക്കും ഒരുതരം പൗരബോധവും സാംസ്കാരിക ബോധവും ഒരു സൗന്ദര്യബോധവും കൂടി ഉണ്ടാകുമ്പോൾ കൊച്ചി അത്ഭുതങ്ങളുടെ ഒരു കൊച്ചി, അല്ലെങ്കിൽ കേരളം അത്ഭുതങ്ങളുടെ ഒരു കേരളമാക്കി മാറ്റാൻ പറ്റും. ഇതൊക്കെ കുറേ വർഷങ്ങളായിട്ട് ഞാൻ പറയാറുണ്ടെങ്കിലും നമുക്കറിയാം ഇതൊക്കെ ഏതോ വഴിക്കൂടെ പോകുന്നു, വേമ്പനാട്ട് കായലിൽ അങ്ങ് ലയിച്ച് തീരുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വിസ്തരിക്കുന്നില്ല. പക്ഷേ ചരിത്രം ഉള്ള കെട്ടിടങ്ങളെ
പാരമ്പര്യമുള്ള നിർമ്മിതികളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒരു 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 5% പോലും ശ്രദ്ധ പുലർത്തുന്നുള്ള വാസ്തവമാണ്. ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കായലിലൂടെ പോയി കഴിഞ്ഞാൽ 1-2 ഹോട്ടലുകളും റിസോർട്ടുകളുമാണ് പാരമ്പര്യമുള്ള കൊല കെട്ടിടങ്ങളെ സംരക്ഷിക്കുന്നത്, ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലും ഒക്കെ. ബാക്കി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അത്ര യാതൊരു ശ്രദ്ധയും ഉണ്ടാവുന്നില്ല. അത് തീർച്ചയായിട്ടും വലിയ പരിതാപകരമായ അവസ്ഥ തന്നെയാണ്. താങ്കൾ ഈ പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കാവുന്ന ഒരു കാര്യം എന്നാൽ ഈ അടുത്ത കാലത്ത് വെല്ലിംഗ്ടൺ ഐലൻഡിൽ പോയിട്ടുണ്ട്. അവിടെ എല്ലാം നമ്മൾ വളരെ അബാൻഡൻ ചെയ്ത കുറേ കെട്ടിടങ്ങൾ, പക്ഷേ ചരിത്ര സ്മാരകങ്ങളാണ് അതൊക്കെ തന്നെ. ഒരു പഴയ റെയിൽവേ സ്റ്റേഷൻ. പക്ഷേ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് വികസിപ്പിച്ച് എടുക്കാവുന്ന സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഹലോ സാർ, എൻ്റെ പേര് റെന്നി, ഞാൻ പിറവത്തു നിന്നാണ് വരുന്നത്. സാറിനെ പോലെ ആകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. സാമ്പത്തികമാണത്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് സാറ് ഒത്തിരി സ്ഥലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, സാറ് നേരിട്ട സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സഞ്ചാരി ആകണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് നല്ലൊരു സാമ്പത്തികമായ ബാക്കപ്പാണ്. ഇപ്പോൾ നമുക്ക് ദുബായിക്ക് പോകണമെങ്കിൽ തന്നെ മിനിമം ഒരു 1 ലക്ഷം രൂപ ഇല്ലാണ്ട് പറ്റില്ല. അപ്പോൾ ഇത്രയും രാജ്യങ്ങൾ സഞ്ചരിച്ച സാറ് ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുടെ ഇടയിലും എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്തതെന്ന് അറിയാനായിട്ട് ചെറുപ്പം മുതലേ എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ സാറിന് സ്പോൺസർഷിപ്സ് ആയിരുന്നോ അതോ സാറ് തന്നെ ഫണ്ട് ചെയ്യുമായിരുന്നോ? ഫണ്ട് ചെയ്യുമായിരുന്നെങ്കിൽ ഇങ്ങനെ ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ടിനിടയ്ക്ക് എങ്ങനെ സാർ ഇതൊക്കെ മാനേജ് ചെയ്തു? അത് എന്നെപ്പോലെ ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാൾക്കാർക്ക് അതൊരു അറിവാണ്, അതുകൊണ്ട് ചോദിച്ചതാണ്. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. തെറ്റില്ല. അങ്ങ് എന്ത് ചെയ്യുന്ന ജോലി? അങ്ങ് എന്ത് ജോലി ചെയ്യുന്നയാളാ? ഞാനൊരു മ്യൂസിക് ടീച്ചറാണ്. അത്യാവശ്യം കുട്ടികളൊക്കെ ഉണ്ടോ? 10-200 പിള്ളേരുണ്ട്. ആ, ഒരു ദിവസം ഒരു 100 രൂപ എന്നെ ഏൽപ്പിക്കാൻ പറ്റുമോ? 100 രൂപ എന്നെ ഏൽപ്പിക്കാൻ പറ്റുമോ ഒരു ദിവസം മിച്ചം? പറ്റും. അങ്ങനെയുണ്ട് എല്ലാ മാസവും ഞാനൊരു വിദേശയാത്ര ശരിയാക്കി തരാം. 36,000 രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേപ്പാളിൽ പോകാം, ഭൂട്ടാനിൽ പോവാം, ചില സീസണുകളിൽ തായ്ലൻഡിൽ പോവാം, ചില സീസണുകളിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഫെറിയുണ്ട്, ശ്രീലങ്കയിൽ പോകാം. എത്ര രാജ്യങ്ങളിൽ? നിങ്ങൾക്ക് ഒരു 6 രാജ്യങ്ങളിലെങ്കിലും ഒരു വർഷത്തിൽ ഓരോ വർഷവും പോകാവുന്ന 36,000 രൂപയ്ക്ക് പോകാവുന്ന കുറേ രാജ്യങ്ങളുടെ ലിസ്റ്റ് ഞാൻ തരാം. പിന്നെ ഈ 36,000 രൂപയുണ്ടെങ്കിൽ ഇന്ത്യയിൽ എന്തുമാത്രം അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളുണ്ട്. നിങ്ങൾ ഈ വിദേശം മാത്രമല്ല യാത്ര. വർക്കലയിൽ പോയിട്ടുണ്ടോ? വർക്കല ബീച്ചിൽ പോയിട്ടുണ്ടോ? ബേക്കൽ കണ്ടിട്ടുണ്ടോ? അപ്പം കേരളം ആദ്യം ഒരറ്റം മുതൽ അങ്ങേറ്റം വരെ കാണുക. കന്യാകുമാരിയിൽ നിന്ന് അങ്ങ് തുടങ്ങുക. ഞാൻ എൻ്റെ യാത്ര തുടങ്ങിയത്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഠിക്കുന്ന കാലത്തും അതിനുശേഷവും ഒക്കെ ഞാൻ എൻ്റേതായ ചില തൊഴിലുകൾ ചെയ്തിരുന്നു. കോളേജ് മാഗസിനുകളുടെ പ്രിൻറ്റിങ് എൻ്റെ ഒരു തൊഴിലായിരുന്നു. അങ്ങനെയാണ് ഞാൻ നേപ്പാളിലേക്കുള്ള യാത്രയ്ക്ക് അതിനു മുമ്പ് ചെയ്ത ചിത്രപുരത്തെ വിശേഷം എന്ന് പറഞ്ഞ സീരിയലിൻ്റെ ചെറിയ വരുമാനവും കോളേജ് മാഗസിനുകൾ പ്രിൻ്റ് ചെയ്ത വരുമാനവും അല്ലാതെ ഉണ്ടായ വരുമാനവും ഒക്കെ ആയിട്ട് 6,500 രൂപ കൊണ്ടാണ് ഞാൻ എൻ്റെ നേപ്പാൾ യാത്ര നടത്തിയത് ആദ്യത്തെ. അപ്പോൾ ഇത് അസാധ്യമായ കാര്യമൊന്നുമല്ല. പിന്നെ 2, സഫാരി ചാനലിൽ ആ യാത്രയിൽ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതൊന്ന് റെഗുലറായിട്ട് കണ്ടാൽ 1 പൈസ കയ്യിലില്ലാതെ ഇവിടുന്ന് കാശ്മീർ വരെ ചായ വിറ്റ് സഞ്ചരിച്ച ചെറുപ്പക്കാരുടെ കഥ ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കിഴക്കനേഷ്യ മുഴുവൻ സൈക്കിളിൽ യാത്ര ചെയ്ത ഈ എറണാകുളംകാരനായ ഒരു വില്ലേജ് ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് എത്താൻ പറ്റും. ഒരു സംശയവും വേണ്ട. ഓക്കെ. ഈ യാത്രകളെ പറ്റി രീതികളെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം, ഒരു സംശയം. താങ്കൾ വളരെ വളരെ ക്ലിയറായി പ്ലാൻ ചെയ്ത് മാത്രം യാത്ര ചെയ്യുന്ന ഒരു സഞ്ചാരിയാണെന്നാണ് ഞാൻ കേട്ട് മനസ്സിലാക്കിയ താങ്കളുടെ തന്നെ പരിപാടികളിൽ നിന്ന്. പിന്നെ ഏത് തരത്തിലുള്ള ഒരു സഞ്ചാരിയാണ്? ഇപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞാൽ വളരെ നെർവസ് ആയിട്ടുള്ള സഞ്ചാരി. അതായത് നമ്മളിപ്പോൾ ഒരു ട്രാവൽ ചെയ്യുന്ന ഒരു സ്ട്രെച്ചിൽ ഒരു എയിൽ സീറ്റ് ബുക്ക് ആയില്ലെങ്കിൽ എനിക്ക് ടെൻഷനാവും. അവിടെ ചെന്നൊരു ഒരു ടാക്സി കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ എനിക്ക് പ്രശ്നമുണ്ടാകും. ബുക്കിംഗ് കറക്റ്റ് അല്ലെങ്കിൽ ഹോട്ടൽ ബുക്കിംഗ് കറക്റ്റില്ലെങ്കിൽ പ്രശ്നമുണ്ടാകും. പക്ഷേ ഇപ്പോഴത്തെ പല യാത്രക്കാരും ഒരു ബാക്ക് പാക്കും എടുത്ത് പോകുന്ന ടൈപ്പ് യാത്രക്കാരാണ്. ഈ തരത്തിലുള്ള യാത്രകളിൽ താങ്കളെ ഏത് ഗണത്തിൽ നമുക്ക് പെടുത്താൻ പറ്റും? അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് രണ്ടും ആസ്വദിക്കുന്നയാളാണ്. പക്ഷേ നമ്മൾ യാത്ര തുടങ്ങിയ കാലഘട്ടത്തിൽ നമുക്ക് വരുമാനമില്ല. യൂട്യൂബ് എന്ന് പറഞ്ഞൊരു മീഡിയം, യൂട്യൂബിൽ നിന്ന് ഇന്ന് കിട്ടുന്ന പോലൊരു വരുമാനം 97 ഞാൻ തുടങ്ങിയ കാലത്തുണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പേ ഞാൻ ലോകത്തിലെ അത്ഭുതങ്ങൾ മുഴുവൻ കീഴടക്കിയേനെ. കാരണം അന്ന് ഷൂട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സാധനം, എഡിറ്റ് ചെയ്ത സഞ്ചാരം എന്നൊരു പരിപാടി 4.5 കൊല്ലം ഞാൻ ഈ ചാനലുകളുടെ വരാന്ത തുറന്ന് നടന്നു, ഒന്ന് ടെലികാസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. അവസാനം ഞാൻ ഗതി കെട്ടിട്ട് ഇത് VHS കാസറ്റാക്കി വീട് തോറും കൊണ്ടുനടന്ന് വിറ്റാലോ എന്ന് വന്ന് ചിന്തിച്ചൊരു കാലമുണ്ട്. ആ കാലം നിങ്ങളുണ്ടാക്കിയ ഒരു ടെലിവിഷൻ പരിപാടി, ലോകയാത്ര നടത്തി ഉണ്ടാക്കിയ ടെലിവിഷൻ പരിപാടി മനുഷ്യനെ കാണിക്കാൻ ഒരു വഴിയുമില്ലാത്ത കാലത്ത്, കാണിക്കാൻ വഴിയില്ല, ഒപ്പം
അത് കഴിഞ്ഞാണല്ലോ വരുമാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. കാണിക്കാം, വരുമാനം പൈസ തരില്ല എന്ന് പറഞ്ഞിടത്തു നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ അന്ന് നമുക്ക് അച്ചടക്കത്തോടെ ലിമിറ്റഡായി കൃത്യമായി പ്ലാൻ ചെയ്ത് എണ്ണിച്ചുട്ടെടുത്ത പൈസയുമായിട്ട് യാത്ര ചെയ്ത് നമുക്ക് തിരിച്ചു വരേണ്ടതുണ്ടായിരുന്നു. ഇന്ന് ഞാൻ സഞ്ചാരം തുടങ്ങുന്ന ഒരു 24 വയസ്സുകാരനായിരുന്നെങ്കിൽ കൈവിട്ട യാത്ര നടത്തിനെ. കാരണം ഞാൻ പോയി എന്ത് കോമാളിത്തരം കാണിച്ചിട്ട് വണ്ടി കിട്ടിയില്ലെന്ന് പറഞ്ഞാലും എന്നെ കാണാൻ ആൾ യൂട്യൂബിലുണ്ടാവും. എനിക്ക് വണ്ടി കിട്ടാത്തതായിരിക്കും കൂടുതൽ വ്യൂവർഷിപ്പ് ഉണ്ടാകുന്ന പരിപാടി. എനിക്ക് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് ഹോട്ടലിൽ കിടന്നുറങ്ങാൻ പറ്റില്ല, അതിൻ്റെ മുറ്റത്താണ് ഞാൻ കിടന്നുറങ്ങിയെന്ന് പറഞ്ഞ് മുറ്റത്ത് ചുരുണ്ടുകൂടി കിടക്കുന്ന 2 ഷോട്ടും എടുത്തിട്ടാൽ അത് കൂടുതൽ വ്യൂവർഷിപ്പ് ഉണ്ടാവും. അതിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് എന്ത് കാണിച്ചാലും വരുമാനം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വീട്ടിൽ കൃത്യസമയത്ത് വന്നില്ലല്ലോ ഒരു കുഴപ്പമില്ല. ഞാൻ ജോലി, എൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ടെലിവിഷൻ ചാനലോ പബ്ലിഷിങ്ങോ ഒന്നുമില്ല. എനിക്ക് എപ്പോൾ വേണേലും വീട്ടിൽ വരാം, എപ്പോൾ വേണേലും യാത്ര ചെയ്യാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാലഘട്ടത്തിലായിരുന്നു ഇന്നത്തെ ഈ കാലഘട്ടത്തിലായിരുന്നു ഒരു 23-24 വയസ്സുകാരനായ സന്തോഷ് ജോർജ് കുളങ്ങര എങ്കിൽ ഈ പറഞ്ഞ കൈവിട്ട യാത്ര ഞാനും ചെയ്തേനെ. ഒരുപക്ഷെ താങ്കൾക്ക് അന്ന് കിട്ടാതിരുന്ന സൗഭാഗ്യം ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ബ്ലോഗേഴ്സ് എന്ന് പറയുന്നത്. അവർക്കിപ്പോൾ എന്ത് വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്ത് അവർക്ക് യൂട്യൂബിലിടാം, റവന്യൂ ഉണ്ടാക്കാം. മാത്രമല്ല നമ്മൾ യൂട്യൂബിലോ അല്ല ഫേസ്ബുക്കിലെ പ്രൊഫൈലുകൾ പരിശോധിച്ചാൽ എല്ലാവരും ഡിജിറ്റൽ ക്രിയേറ്റേഴ്സാണ്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാണെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഞാൻ എല്ലാ ബ്ലോഗേഴ്സിനെയും കുറ്റപ്പെടുത്തി പറയുകയല്ല. പക്ഷേ ഇതിനൊരു കൺസേൺ എനിക്ക് തോന്നിയിട്ടുള്ളത്, താങ്കളുടെ അഭിപ്രായമാണ് കേൾക്കേണ്ടത്. എന്തും വളരെ ലളിതമായി വളരെ പെരിഫറലായിട്ട് മാത്രം കണ്ട് പോവുക. അപ്പം നമ്മൾ താജ്മഹൽ കണ്ടാലും പറയും താജ്മഹൽ മനോഹരമായ ഒരു കെട്ടിടം, നല്ല രസമുണ്ട്, അതിന് നല്ല വെള്ള പെയിൻ്റ് അടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മാർബിൾ ഇട്ടിരിക്കുന്നു, അതിന് മുകളിൽ ഇങ്ങനെ കുടമുണ്ട്, അതിനകത്ത് കയറണമെങ്കിൽ ചെരുപ്പ് ഊരിയിട്ടിട്ട് പോകണം, ഹാ ഗൈസ് ഇവിടെ എന്താളാണ്, ഇങ്ങനെ ഒരു പെരിഫറലായിട്ട് അതിൻ്റെ പിന്നിലെ ചരിത്രം, അത് ആരാണ്, അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇവർക്ക് വളരെ വ്യൂവർഷിപ്പും കിട്ടാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രവണതയെ വളരെ സീരിയസ് ആയി താങ്കളെ പോലെ സ്റ്റഡി ചെയ്ത് ചെയ്യുന്ന വീഡിയോകൾക്ക് പലപ്പോഴും അത്ര വ്യൂകൾ കിട്ടുന്നില്ല. അപ്പോൾ എന്താണ് ഇതിനെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട്? അല്ല, ഇത് കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. കാരണം അവരങ്ങനെ ചെയ്യുന്നത് അങ്ങനെയുള്ള വീഡിയോയ്ക്കാണ് വ്യൂവർഷിപ്പ് കിട്ടുന്നതുകൊണ്ട്, അതാണ് വ്യൂവേഴ്സിന് ആവശ്യം എന്നുള്ളത് കൊണ്ടാണ്. അത് പ്രായോഗിക ബുദ്ധിയാണത്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ജനിച്ചത് ഞാനും ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുക. അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് കൂടുതൽ സൗകര്യമുണ്ട്, യൂട്യൂബിൽ നിന്ന് വരുമാനമുണ്ട്, ചെറിയ ക്യാമറയുണ്ട്, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ഇത് ചെയ്യാം, എന്തെല്ലാം സ്വാതന്ത്ര്യമുണ്ട്. അത് പുറകോട്ട് നമ്മൾ നോക്കുമ്പോൾ എനിക്കും ആ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. എസ് കെ പൊറ്റക്കാട് പോയ കാലത്ത് ഇങ്ങനെ ക്യാമറ ഇല്ല, വീഡിയോ ഇല്ല, അല്ലായിരുന്നെങ്കിൽ അങ്ങേരം ചെയ്തേനെ ഇതൊക്കെ. അപ്പോൾ പിന്നീട് ഇനി വരാനിരിക്കുന്ന തലമുറകൾക്ക് കിട്ടുന്ന സൗകര്യങ്ങളെ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് കിട്ടിയ കാലത്ത്, നമ്മളുടെ കാലത്ത് കിട്ടിയ സൗകര്യങ്ങളെക്കാൾ എത്രയോ പരിമിതമായിരുന്നു വിമാനമില്ലായിരുന്ന കാലത്ത് യാത്ര ചെയ്ത പാറേമാക്കൽ ഗവർണർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്ര എത്ര ഭീകരമായിരുന്നിരിക്കണം. പായ്ക്കപ്പലിൽ യാത്ര ചെയ്ത വാസ്കോഡിഗാമയുടെ കാലത്തെ യാത്ര. അപ്പോൾ പുറകോട്ട് പോകുമ്പോൾ ഇതുണ്ടാവുക സ്വാഭാവികമാണ്. അതിന് പുതിയ തലമുറയോട് നമ്മൾ അസൂയപ്പെട്ടിട്ടും കാര്യമില്ല, നമ്മളുടെ യാത്രകൾ ഇങ്ങനെയായിരുന്നു എന്ന് ദുഃഖിച്ചിട്ടും കാര്യമില്ല. എനിക്ക് പായ്ക്കപ്പലിൽ പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എങ്കിൽ എൻ്റെ യാത്രകളും അനുഭവങ്ങളും മറ്റൊന്നും ആകുമായിരുന്നില്ലേ. എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ഒരു സ്വപ്നയാത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ സ്വപ്നയാത്ര എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത്, പറ്റുമെങ്കിൽ ഒരു 500 കൊല്ലം പുറകിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ആ ചരിത്രത്തിലൂടെ എനിക്ക് സഞ്ചരിക്കാൻ കഴിയുമാണെങ്കിൽ, വാസ്കോഡിഗാമയുടെയും മഗല്ലൻ്റെയും ഒക്കെ കപ്പലിൽ അവരോടൊപ്പം ഒന്ന് യാത്ര ചെയ്യാൻ ഒരു കാഴ്ചക്കാരനായി, ഒരു അരൂപിയായിട്ട് സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ആ കോളനിവൽക്കരണ കാലത്തെ ഇന്ത്യയും കിഴക്കനേഷ്യയും അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയും ഒക്കെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, സ്വാതന്ത്ര്യസമര കാലഘട്ടം എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അങ്ങനെ ഒരു സഞ്ചാരം ചരിത്ര സമയത്തിലൂടെ നടത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് ഏത് കാലഘട്ടവും മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഇനി ഇന്നത്തെ വ്ളോഗേഴ്സിനെ കുറിച്ച് നമ്മളിത് പറയുമ്പോൾ ഒരു 25 കൊല്ലം കഴിഞ്ഞ് വ്ളോഗിങ് എന്നൊരു പരിപാടി ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? അവർക്ക് ഇതിനേക്കാൾ സൗകര്യങ്ങളോടുകൂടി വ്യത്യസ്തമായ രീതി ചെയ്യാൻ പറ്റും. അപ്പോൾ കാലത്തിൻ്റെ മാറ്റത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക അല്ലാതെ മാർഗ്ഗമില്ല. ഈ പാറേമാക്കൽ തോമ കത്തനാരുടെ കപ്പൽ റോമയ്ക്ക് പോകുന്ന വഴിക്ക് വഴിതെറ്റി അങ്ങ് അമേരിക്കൻ കോസ്റ്റിൽ ബ്രസീലിൽ പോയി അടുത്തു ആയി പറയുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത ചോദ്യം സദസ്സിൽ നിന്നാകാം. സന്തോഷിൻ്റെ യാത്രകൾ കൂടുതലും ഞാൻ കണ്ടിരിക്കുന്നത് മലയാളിയുടെ ഡ്രീം ഡെസ്റ്റിനേഷൻസ് ആണ്. അത് നല്ലത് തന്നെ, യാത്ര പ്രോത്സാഹിപ്പിക്കാൻ വളരെ ഉപകാരപ്രദമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് സദ്ദാം ഹുസൈന് ശേഷം ഇറാഖിലെ ജീവിതം എങ്ങനെയാണ്, അല്ലെങ്കിൽ വേലുപ്പിള്ള പ്രഭാകരന് ശേഷം തമിഴന്മാരുടെ ശ്രീലങ്കയിലെ ജീവിതം എന്താണ്, അല്ലെങ്കിൽ ഗദ്ദാഫിക്ക് ശേഷം ലിബിയ ഇപ്പോഴെങ്ങനെയാണ്, ഇതെല്ലാം കാണാൻ ആഗ്രഹമുണ്ട്. അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാമോ? അതിനെപ്പറ്റി ചിന്തിക്കുക മാത്രമല്ല, അത്തരം സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പോയ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ചരിത്രത്തിൻ്റെ കൊടിയ കഥകൾ നടന്നതാണ്. ചിലപ്പോൾ ഇത്തിരി വൈകിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അങ്ങ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ജർമ്മനിയിലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ. 60 ലക്ഷം ആളുകളെ കൊന്ന സ്ഥലം എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കാത്ത എന്താണ്?
20 ലക്ഷം ആളുകളെ കൂട്ടക്കൊല ചെയ്ത റുവാണ്ടയിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ അവിടെ കുഴിച്ചിട്ടിരിക്കാനുള്ള തലയോടികൾ മുകളിലൂടെ ഞാൻ കഴിഞ്ഞ വർഷം സഞ്ചരിച്ചത്. അതുപോലെ തന്നെ ബർമയിലൂടെ, അതുപോലെ തന്നെ കംബോഡിയയിൽ പോൾപോട്ടിൻ്റെ ഭരണകാലത്ത് ഇന്നും കൊല്ലപ്പെട്ടവരുടെ അസ്ഥി ചെതറിക്കിടക്കുന്ന മൈതാനത്തൂടെ ഞാൻ ക്യാമറയും പിടിച്ച് നടന്നിട്ടുണ്ട്. അപ്പം ഞാൻ പോയ എല്ലാ സ്ഥലങ്ങളിലും ഈ ചരിത്രത്തിലൂടെയാണ് പോയിരിക്കുന്നത്. പിന്നെ ചില എപ്പിസോഡുകൾ കണ്ടിട്ടുള്ളൂ എങ്കിൽ ചിലപ്പോൾ ഇതെല്ലാം കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ പോയിരിക്കുന്ന 151 രാജ്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മലയാളിയുടെ ഡ്രീം ഡെസ്റ്റിനേഷനിൽ വരുന്നതിനകത്ത് ഒരു 10% പോലും ഇല്ല. ബാക്കി 140 രാജ്യങ്ങളും, പനാമ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിലെ പല രാജ്യങ്ങൾ, ഇവിടെയൊക്കെ നടന്ന അട്രോസിറ്റീസ്, മനുഷ്യൻ്റെ യാതനകൾ, വേദനകൾ, സിറിയയിൽ ഞാൻ പോയ സ്ഥലങ്ങൾ, ലെബനോനിൽ ഞാൻ പോയ സ്ഥലങ്ങൾ, പാലസ്തീനിൽ ഞാൻ കൂട്ടക്കൊലകൾ നടന്ന, മനുഷ്യനെ വേർതിരിക്കുന്ന മതിൽ കെട്ടിയ സ്ഥലങ്ങൾ, ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങീ പറഞ്ഞ 4 രാജ്യങ്ങൾ, 4 സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടില്ല. അത് അടുത്ത തീർച്ചയായിട്ടും പോകും. അതിന് പോകാൻ ചില പരിമിതികളുണ്ട്. ഇപ്പോൾ ഒരു വ്ളോഗർ പോകുന്നത് പോലെ എനിക്ക് വിസയ്ക്ക് പരിമിതികളുണ്ട്. കാരണം എന്നെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ വ്ളോഗർക്ക് അവരുടെ പ്രൊഫൈൽ വേണമെങ്കിൽ മറച്ചു വെക്കാം, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ വിസയ്ക്ക് ചില ഫ്രീഡമുണ്ട്. പക്ഷെ ഒരു ടെലിവിഷൻ ചാനലിൻ്റെ ഒഫീഷ്യൽ ഒരു ലെവലിലാണ് എനിക്ക് പോകേണ്ടി വരുമ്പോൾ പലപ്പോഴും വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. അതിന് ചില രാജ്യങ്ങളിലും ചില സ്ഥലങ്ങളിലും ചില പരിമിതികൾ ഉണ്ടാകുന്നതുകൊണ്ട് ഞാനിപ്പോൾ ചില രാജ്യങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇറാനിലേക്ക് പോകാൻ ഞാനൊരു 3 തവണയായി ശ്രമിക്കുന്നതാണ്. ഓരോ തവണയും എൻ്റെ പ്രോസസ്സ് പൂർത്തിയായി വരുമ്പോഴേക്കും അവിടെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാകും. ആ പ്രശ്നം ഉണ്ടാകുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു അഡ്വൈസ്, കാരണം എൻ്റെ ചില അമേരിക്കൻ യാത്രകൾ അതിന് തൊട്ട് പുറകെ വരുന്നുണ്ട്, വിസ പുതുക്കലുകൾ വരുന്നുണ്ട്, ഇങ്ങനെ ചില സാങ്കേതികമായ ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ടും ഞാനൊരു സംരംഭകനുമാണ്, ഞാനൊരു ബ്രോഡ്കാസ്റ്ററാണ്. ആ ബ്രോഡ്കാസ്റ്റ് ലൈസൻസ്, ടെലിവിഷൻ ചാനലിൻ്റെ ലൈസൻസ് അതിൻ്റെ പ്രധാന വ്യക്തി ഞാനാണ്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട നിരവധി ഇത്തരം ഫോർമാലിറ്റികളുണ്ട്. അത് ഒരു ചാനൽ ലൈസൻസ് റിന്യൂവൽ എന്നൊക്കെ പറയുന്നതിൻ്റെ ഫോർമാലിറ്റികളൊക്കെ ആ മേഖല പ്രവർത്തിക്കുന്നവർക്ക് മാത്രം അറിയുന്നതാണ്. അതിൻ്റെ ലിമിറ്റേഷൻസ് എനിക്കുള്ളത് കൊണ്ടാണ് ചില രാജ്യങ്ങളിൽ ഞാൻ പോകുന്നത് ചില അല്പം സ്ലോ ഡൗൺ ചെയ്തിരിക്കുന്നത്. ഈ 151 രാജ്യങ്ങളിലെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത്തരം നിരവധി ചരിത്ര സ്ഥലങ്ങളിലൂടെ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രതിസന്ധികൾ കടന്ന സ്ഥലങ്ങളിലൂടെ തന്നെയാണ് കൂടുതലും പോയിരിക്കുന്നത്. അത് തേടി പോകാനാണ് ഞാൻ കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ഓസ്ട്രേലിയ പെർത്തിൽ പോയപ്പോൾ ഞാൻ പോയി കണ്ട സ്ഥലങ്ങൾ കൂടുതലും നൂറ്റാണ്ടുകളായി സ്വർണ്ണ ഖനനം നടത്തുന്ന ഖനികളിലെ തൊഴിലാളികൾ അനുഭവിക്കുന്ന വേദന നിറഞ്ഞ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ ക്യാമറയുമായിട്ട് പോവുക ചെയ്തത്. അല്ലാതെ പെർത്ത് നഗരത്തിൻ്റെ സഞ്ചാരത്തിൻ്റെ വാക്കുകൾ കടമെടുത്താൽ അമ്പരചുംബികൾ മാത്രം തേടിയല്ല ഞാൻ പോയത്. ഒരു ശരാശരി മലയാളി ഏത് തരം സഞ്ചാരിയാണെന്ന് താങ്കൾ യാത്രയിൽ പല മലയാളികളും കാണാറുണ്ട്. പിന്നെ ഞാൻ പലപ്പോഴും സ്വകാര്യമായിട്ടുള്ള യാത്രകളോ അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള യാത്രകളോ, ചിക്കാഗോ ഫോർ എക്സാമ്പിൾ അനേകം തവണ പോയിട്ടുണ്ട്. പക്ഷേ എന്നോട് ഒരാളും പറഞ്ഞില്ല അവിടെ ലിങ്കൻ്റെ ഗ്രഹം കാണണമെന്ന് പറഞ്ഞിട്ടില്ല. ഈ മാസം തന്നെ ആദ്യം സാന്റാ മോണിക്ക, സാൻ ഫ്രാൻസിസ്കോ പോയി. അത് അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ റൗട്ട് 66ൻ്റെ എൻഡ് പോയിൻ്റാണ്. അപ്പം ഞാൻ അവിടെ ചെന്ന് എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ അവർക്ക് അതിനെപ്പറ്റി അറിയില്ല. അങ്ങനെ ഒരു അവയർനെസ് കുറവ് മലയാളികൾക്കുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഇത്തരം ഗ്രൂപ്പ് ടൂറുകളിൽ ഒത്തിരി പരിമിതികളുണ്ട്. ഇപ്പോൾ ആര് നടത്തിയതാണെങ്കിലും ഗ്രൂപ്പ് ടൂർ എന്ന് പറയുന്നത് 10-40 ആളുകളെ ഒന്നിച്ച് കൊണ്ടുപോവുക. അത് നമ്മളിവിടെ ഇരുന്ന് തീരുമാനിക്കുന്നത് മാത്രമല്ല, ആ ഡെസ്റ്റിനേഷനിലെ ഒരു ടൂർ കമ്പനിയുമായിട്ടുള്ള അസോസിയേഷനിലാണ് ഇത് നടക്കുന്നത്. അവർക്ക് ഫീസിബിളാകുന്ന, എല്ലാ ആളുകൾക്കും ആസ്വദിക്കാൻ കഴിയുന്ന, ഒരു ബസ് കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ കഴിയുന്ന, ബസ്സിന് എൻട്രൻസ് ഉള്ള, ഇങ്ങനെ നിരവധി കാര്യങ്ങളെ പരിഗണിച്ചിട്ടാണ് ഗ്രൂപ്പ് ടൂറുകളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത്. അവിടെ ഏറ്റവും സ്വീകാര്യമാകുന്ന കുറേ സ്ഥലങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലേക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്നോ യൂറോപ്പിൽ നിന്നോ ഒരു സഞ്ചാരി വന്നാൽ നമുക്ക് ഇവിടുത്തെ ഒരു ടൂർ കമ്പനിയോട് ആവശ്യപ്പെട്ടാൽ, അവിടുത്തെ കമ്പനി ആവശ്യപ്പെട്ടാൽ കൊച്ചിയിൽ വന്നിറങ്ങുന്നു, 4 ദിവസം നമുക്ക് കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ അതിനൊരു റൂട്ടുണ്ട് ഇല്ലേ? കൊച്ചിയിൽ ഒരു രാത്രി താമസിക്കും, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി ഇതൊക്കെ കാണിക്കും. അടുത്ത ദിവസം നേരെ മൂന്നാറിന് കൊണ്ടുപോകും, 2 രാത്രി മൂന്നാറിൽ താമസിക്കും, മൂന്നാറും പരിസരം. പിന്നെ തേക്കടി കൊണ്ടുപോകും, തേക്കടിയിൽ 1 രാത്രി താമസിക്കും. പിന്നെ കുമരകത്തോ ആലപ്പുഴയോ കൊണ്ടുപോകും. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് 4 ദിവസമായി. ഇതിനിടയ്ക്ക് കുട്ടനാട്ടിൽ വള്ളം മീൻ പിടിക്കാൻ പോയോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അതൊന്നും പ്രായോഗികമല്ല. അതിനകത്ത് ഈ 40 പേരിൽ 10 പേർക്ക് ഈ മീൻ പിടിക്കുന്ന കാണാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവർ തിരിച്ച് നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ചോദിക്കും, നിങ്ങൾ ആലപ്പുഴ കണ്ടില്ലേ, അതിനു മുമ്പ് ഒരു ടൂറിൽ പോയാൽ ചോദിക്കും. അപ്പോൾ ഇല്ല, ആലപ്പുഴ കണ്ടില്ല, ഞങ്ങളെ മീൻ പിടിക്കാനാണ് കൊണ്ടുപോയത്. നിങ്ങളെ അവർ പറ്റിച്ചു എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൂർ കമ്പനികൾ എപ്പോഴും ചെയ്യുന്നത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, സാധാരണഗതിയിൽ എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലൂടെയുള്ള ടൂറായിരിക്കും ചെയ്യുക. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ FIT എന്ന് പറയും, നമ്മൾ തന്നെ ടൂറുകൾ സ്ഥലം തീരുമാനിച്ച് ടൂർ കമ്പനിയോട് പറയുക, ഞങ്ങൾ 4 പേരുണ്ട്, ഞങ്ങൾക്ക് ഇന്ന സ്ഥലങ്ങളാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ അവർ അതിനുവേണ്ടി തന്നെ ഉണ്ടാക്കി തരും. കസ്റ്റമൈസ് ചെയ്ത് പോകണം. ഗ്രൂപ്പ് ടൂറുകളിൽ കസ്റ്റമൈസേഷൻ പ്രാക്ടിക്കലല്ല. ഇപ്പോൾ ഒരു വിമാനയാത്ര നടത്തുന്ന പോലെയാണ്.
വിമാനത്തെ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെന്നിട്ട് ഞങ്ങൾക്ക് ഗോവയിൽ ഇറങ്ങണമെന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ നിർത്തുമോ? ബോംബെക്ക് പോകുന്ന വിമാനം ബോംബെയിലേ പോയി ഇറങ്ങുള്ളൂ. അത് തന്നെയാണ് ഗ്രൂപ്പ് ടൂറുകളുടെ സ്വഭാവം. പിന്നെ ഈ യാത്രയിൽ കാണുന്ന മലയാളികളില്ലേ, താങ്കൾ വേറെ സ്വതന്ത്ര നടത്തും, അവരുടെയൊക്കെ ഈ ട്രാവൽ ബിഹേവിയറിനെ പറ്റി എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? വിദേശത്തൊക്കെ വെച്ചിട്ട്, സ്വിറ്റ്സർലൻഡിലൊക്കെ വെച്ച് കാണുന്ന ഗ്രൂപ്പുകളുണ്ടല്ലോ. അല്ല, ഇതിപ്പോൾ എൻ്റെ ഒരു യാത്രയുടെ ഉദ്ദേശമല്ല അവരുടെ ഒന്നും. അതാണ് പ്രത്യേകത. അപ്പം അതുകൊണ്ട് ഓരോ ആൾക്കും യാത്ര കൊണ്ട് പല ലക്ഷ്യങ്ങളുണ്ട്. ചിലർക്ക് ചരിത്രം കാണുക, ചരിത്ര സ്ഥലങ്ങൾ കാണുക, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹമുണ്ട്. അതൊരു 10% പേർക്കേ ഉള്ളൂ. ബാക്കി വലിയൊരു ശതമാനം ആളുകൾക്ക് എല്ലാവരും കണ്ടിട്ടുള്ള കുറേ സ്ഥലങ്ങളിൽ പോവുക. ഉദാഹരണത്തിന് യൂറോപ്പിലേക്ക് ചെന്ന ഒരാൾക്ക് ഈഫൽ ടവറിൻ്റെ മുമ്പിൽ ഇതൊരു ഫോട്ടോ എടുക്കലാണ് അയാളുടെ സ്വപ്നം. ആ ഈഫൽ ടവറിൻ്റെ ചരിത്രമോ കഥകളോ ഒന്നും അറിയണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ മുമ്പിൽ നിന്നൊരു സെൽഫി എടുക്കുക, ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. അല്ലെങ്കിൽ റോമിൽ ചെന്നാൽ കൊളോസിയത്തിന് മുമ്പിലോ വത്തിക്കാൻ സ്ക്വയറിലോ പോയി നിന്നിട്ടൊരു ഫോട്ടോ എടുക്കുക. ഇതാണ് ബഹുഭൂരിപക്ഷം പേരുടെ ആഗ്രഹങ്ങൾ. അതല്ലാതെ ഇപ്പം ഇവിടെ വന്നിരിക്കുന്നവർ ഇത്തരം ആശയങ്ങൾ ചർച്ച ചെയ്യാനും ചിന്തിക്കാനും ഇഷ്ടമുള്ളവരായിരിക്കാം. പക്ഷെ നമ്മൾ ഒരു വലിയൊരു സമൂഹത്തെ ചിന്തിക്കണം. ഇത്തരം ഒരു സാംസ്കാരിക പരിപാടിയിൽ ശനിയാഴ്ച രാവിലെ മെനക്കെട്ട് വന്നിരിക്കണമെന്ന് ചിന്തിക്കാത്ത തരം ആളുകൾ ആ ഗ്രൂപ്പ് ടൂറുകളിൽ പോകുന്നവരെ, അല്ലെങ്കിൽ ടൂറിസ്റ്റുകളായി പോകുന്നവരെ ബഹുഭൂരിപക്ഷം എന്നോട് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഈ ഗ്രൂപ്പിലിരിക്കുന്ന ആളുകൾക്കൊക്കെ നമ്മൾ ഈ പറഞ്ഞ തരം ടൂറുകളായിരിക്കാം കൂടുതൽ ഇഷ്ടം. കാരണം അതുകൊണ്ടാണ് നിങ്ങൾ രാവിലെ മെനക്കെട്ട് ഇവിടെ വന്നിരുന്നത്. അത്തരം ചിന്തയും അത്തരം വീക്ഷണവും ഉള്ളവരാണ്. പക്ഷേ നിങ്ങൾ ചിന്തിക്കരുത് കാശും യാത്ര ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരെല്ലാം അങ്ങനെ ചിന്തിക്കുന്നവരാണെന്ന്. പലർക്കും, ഞാൻ ടൂർ കമ്പനി നടത്തുന്നയാളാണ്, ബഹുഭൂരിപക്ഷം പേരും പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പണ്ടൊരു ടൂറിൽ ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എൻ്റെ കൂടെ 2 സുഹൃത്തുക്കൾ, ഇച്ചിരി എന്നേക്കാൾ വളരെ പ്രായമുള്ള 2 പേര്, ഞാൻ പോകുന്നു അപ്പോൾ എൻ്റെ കൂടെ വന്നാൽ കാണാം എന്ന് മറ്റൊരു യൂറോപ്പിലെ ഗ്രൂപ്പ് ടൂറിൻ്റെ കൂടെ ഞാൻ പോയപ്പോൾ എൻ്റെ കൂടെ വന്നു. തിരിച്ചു വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചപ്പോൾ എന്നോട് വിളിച്ചു ചോദിച്ചു, നമ്മൾ ആ കമ്പി കൊണ്ട് പണിത ആ കെട്ടിടം പാരീസിൽ കണ്ടില്ലേ, അതിൻ്റെ പേരെന്താന്ന്. അത്രയേ ഉള്ളൂ പലർക്കും യാത്ര. പിന്നെ വേറൊരു കൂട്ടരെ മലയാളികളായതുകൊണ്ട് നമുക്ക് അത് പരസ്യമായിട്ട് പറയത്തില്ലെങ്കിലും രഹസ്യമായിട്ട് പറയാം. രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ വൈകിട്ട് നമ്മൾ തിരിച്ചപ്പോൾ ഹോട്ടലിൽ എത്തുമെന്ന് അറിയാനാ. പലർക്കും ഈ ടൂർ ബസ്സുകളുടെ ഏറ്റവും പുറകിലത്തെ സീറ്റ് മതി. മുമ്പിൽ നടക്കുന്നതോ ഗൈഡ് പറയുന്നതോ ഒന്നും അവർക്ക് കേൾക്കണമെന്നില്ല. രാവിലെ ഈ സാധനവും കലക്കിക്കൊണ്ടങ്ങ് ഇറങ്ങും. പുറകിൽ പിന്നെ ഇരുന്നങ്ങോട്ട് ആഘോഷമാണ്. മനസ്സിലായില്ലേ? ഇതൊക്കെ സ്ഥിരം കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പം അവരെ ഒന്നും കുറ്റപ്പെടുത്തണ്ടല്ലോ. അവരുണ്ടാക്കിയ കാശ് കൊണ്ട് അവരെന്തോ ആസ്വദിക്കാനാണ് പോകുന്നതെന്ന് വെച്ചാൽ അവർ ചെയ്യട്ടെ. അവരുടെ മോഡ് ഓഫ് എൻജോയ്. അത്രേ ഉള്ളൂ. ഒരു ചോദ്യം കൂടെ നമുക്ക് സ്വീകരിക്കാം. ഇനി 10 മിനിറ്റ് താഴെ സമയമുള്ളൂ. നമസ്കാരം സാർ, എൻ്റെ പേര് റമീസ് എന്നാണ്. വൈറ്റിലാണ് സ്വദേശം. ഒരു പാലിയേറ്റീവ് കെയറിൽ വർക്ക് ചെയ്യുന്നു. 151 രാജ്യങ്ങൾ സഞ്ചരിച്ചു എന്ന് പറഞ്ഞു. നമ്മുടെ ഇന്ത്യയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഭിന്നശേഷിക്കാരെന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലും എനിക്ക് കയറാൻ പറ്റത്തില്ല. ഇപ്പം ഇന്ന് ഇവിടെ ഇരിക്കുന്ന പലരും ബസ്സുകൾ പിടിച്ചും യൂബർ പിടിച്ചും വന്നവരായിരിക്കും, അല്ലെങ്കിൽ സ്വന്തം വെഹിക്കിളായിരിക്കും. പലർക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്നെപ്പോലെ ഒരാൾക്കത് ഇന്നും അപ്രായോഗികമാണ്. ഇത്രയും രാജ്യങ്ങൾ സഞ്ചരിച്ച വ്യക്തി നിലയ്ക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ ഇവിടെ എത്തിക്കാൻ സാറിന് എന്തൊക്കെ പ്രപ്പോസൽസ് കൊടുക്കാൻ സാധിക്കും? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ സിമ്പിളാണ്. നമ്മുടെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒരു സമയത്ത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കും. നമ്മുടെ ആ ഒരു ഡേ വരുമ്പം, എനിക്ക് കറക്റ്റായിട്ട് വരുന്നില്ല. സോ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് ഭിന്നശേഷിക്കാർക്കും അത് ഫ്രീ ആയിട്ട് കൊടുക്കും. ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിൽ എന്താ കാര്യം? നമുക്ക് കയറാനുള്ള ഒരു ആക്സസ് ഇല്ലാണ്ട് ഇതെല്ലാം ഫ്രീ ആയി കൊടുക്കുന്നതിൽ എന്താ കാര്യം? നമ്മുടെ നാട്ടിൽ KSRTCയിലും ഞങ്ങൾക്ക് ഇതുണ്ട്, കൺസെഷൻ ഉണ്ട്. പക്ഷെ കൺസെഷൻ കിട്ടിയിട്ട് എന്താ കാര്യം സാർ? ഞങ്ങൾക്ക് കയറാണ്ട് എന്തിനാ കൺസെഷൻ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. താങ്ക് യു സാർ. നിങ്ങൾ കയറില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് കൺസെഷൻ തന്നിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ വർഷങ്ങളായിട്ട് പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് സഞ്ചാരത്തിൽ. നമ്മളുടെ പൊതുജനത്തെ, പൗരനെ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ ഇപ്പോഴും വന്നിട്ടില്ല. പൊതുജനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും സമൂഹത്തിലെ ദുർബലനായ മനുഷ്യനെ, അല്ലെങ്കിൽ പരിമിതികളുള്ള ആളുകളെ പരിഗണിക്കണമെന്നുള്ള ചിന്ത പയ്യെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോഴും. അതുകൊണ്ടാണ് ഇപ്പോൾ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളൊക്കെ പണിയുമ്പോൾ ഏത് കെട്ടിടം പണിയുമ്പോഴും വീൽ ചെയർ കയറാൻ പറ്റുന്നതായിരിക്കണമെന്ന് ഇപ്പം നിഷ്കർഷിക്കുന്നുണ്ട്. അതൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പില്ല. തീർച്ചയായിട്ടും കെട്ടിട നമ്പരൊക്കെ കിട്ടണമെങ്കിൽ അത് വേണമെന്നാണ്. പക്ഷെ ഇപ്പോഴും KSRTCയുടെ ബസ്സുകളിൽ കയറണമെങ്കിൽ ലിഫ്റ്റ് വെക്കണം. കാരണം അതറിയാമല്ലോ, നമുക്ക് ഒരു മാർഗ്ഗമില്ല. ലോകത്തൊരിടത്തും ഇത്തരത്തിലുള്ള സിറ്റി ബസ്സുകളിൽ മാത്രമാണ് എല്ലായിടത്തും യൂസ് ചെയ്യുന്ന ലോ ഫ്ലോർ ബസ്സുകളായിരിക്കും. അതിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഒരു വീൽ ചെയറിൽ ഒരാൾ വന്നാൽ ഡ്രൈവർ വണ്ടി നിർത്തും, ഇറങ്ങിച്ചെല്ലും, എന്നിട്ട് വീൽ ചെയർ ആക്സസിനുള്ള ഒരു റാമ്പുണ്ട്, അത് നിവർത്തിയിടും.
ഡ്രൈവറാണ് ഇയാളെ തള്ളി അല്ലെങ്കിൽ ഇയാളുടെ വണ്ടി ഉന്തി അകത്ത് കയറ്റി അത് ഉരുണ്ടു പോകാതെ ലോക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് വന്ന് ഈ റാമ്പ് മടക്കി വെച്ചിട്ട് വണ്ടി പോകും. ഇറങ്ങേണ്ട സ്ഥലം എവിടെയാണെന്ന് കയറുമ്പോൾ തന്നെ ചോദിക്കും, അവിടെ ഇറക്കും. ആ ഉദ്യോഗസ്ഥൻ്റെ, ആ ഡ്രൈവറുടെ ജോലിയാണ് ആളെ ഇറക്കുക എന്നുള്ളത്. അവിടെയൊക്കെ ഈ സർവീസ് എനിക്ക് വേണ്ടിയല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ല, സമൂഹത്തിനും പൊതുജനത്തിനും വേണ്ടിയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എനിക്ക് ശമ്പളം തരുന്നത് ഇവരുടെ നികുതിപ്പണം കൊണ്ടാണ് എന്ന ബോധ്യം ഈ ഉദ്യോഗസ്ഥർക്കെല്ലാം കൊടുത്തിട്ടാണ് അവരെ ഈ പരിപാടിക്ക് വിടുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യത്യാസമുണ്ട്. അപ്പം ഭരണ സംവിധാനത്തിൽ ആ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും വേണ്ടത്ര കേരളത്തിൽ കുറച്ചെങ്കിലുമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ മറ്റു സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പം അത്ര പോലും ഈ ഒരു ചിന്ത വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് അടുത്തൊരു 10-15 വർഷം കൊണ്ട് ഈ മാറ്റങ്ങളൊക്കെ വലിയ തോതിൽ വന്നു തുടങ്ങുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിന് തുടർച്ചയായ ഒരു ചോദ്യം ചോദിക്കുക. ഏതാണ്ട് അവസാന ചോദ്യമായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി 4 മിനിറ്റ് കൂടെ ഉള്ളൂ. താങ്കളുടെ ഒരു 25 വർഷത്തിലധികമായി ഇത്തരം കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഈ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങൾ നിരന്തരം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പുരോഗതി ഈ 25 വർഷം കൊണ്ടുണ്ടായിട്ട് നേരിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലോ, നിരവധി കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. നിരവധി. അതിൽ സംശയമൊന്നുമില്ല. അതിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടാവണമെന്നില്ല, ഞാൻ പറഞ്ഞില്ലായാലും ചിലപ്പോൾ മാറിയേനെ ഇതൊക്കെ. പക്ഷേ 97-ലെ കേരളമല്ല, അല്ലെങ്കിൽ 97-ലെ ഇന്ത്യയുമല്ല നമ്മളിന്ന് കാണുന്നത്. പ്രത്യേകിച്ച് കേരളത്തെക്കുറിച്ച് ഇപ്പം മന്ത്രിമാരോട് സംസാരിക്കുമ്പോൾ പോലും ഒരു 15 കൊല്ലം മുമ്പത്തെ ഒരു മന്ത്രിയോട് സംസാരിക്കുന്നത് പോലെ, അല്ലെ 30 കൊല്ലം മുമ്പത്തെ ഒരു മന്ത്രിയോട് സംസാരിക്കുന്ന ഒരു വീക്ഷണം, പഴയ തലമുറയെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. മുന്നണികളൊന്നും ഇതിനകത്ത് ബാധകമല്ല. ഏത് മുന്നണിയാണെങ്കിലും ഇന്നത്തെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള രാഷ്ട്രീയക്കാരോട് സംസാരിക്കുമ്പോൾ അവർ ഞാൻ പറയുന്നതിനേക്കാൾ ആവേശത്തോടു കൂടി നിങ്ങൾ പറഞ്ഞ ആശയം നമുക്ക് നടപ്പാക്കണമെന്ന് ഇങ്ങോട്ട് പറയുന്ന ഒരു മനോഭാവത്തിലേക്ക് അവർ മാറിയിട്ടുണ്ട്. ഇന്നലെ ഞാനൊരു ഗവൺമെൻറ് ഓഫീസിൽ പോയപ്പോൾ അവർ നമുക്കിതൊക്കെ നടത്തേണ്ടതല്ലേ സാറേ എന്ന് ഇങ്ങോട്ട് ചോദിക്കുന്ന മട്ടിലേക്ക് ഗവൺമെൻറ് ഓഫീസേഴ്സ് മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. കാരണം അവരൊക്കെ സഞ്ചാരം കണ്ടു വളർന്നു വന്ന തലമുറയിൽപ്പെട്ടവരായതുകൊണ്ട് അവരുടെ മനസ്സിലിതുണ്ട്. പക്ഷേ ആ സിസ്റ്റം ഇപ്പോഴും പഴയത് തന്നെ തുടരുന്നതുകൊണ്ട് പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നല്ല ഇച്ഛാശക്തിയോടുകൂടി നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ, അവരുടെ സംഘടനാ ബല സംവിധാനത്തിൽ ഇത്തരം വീക്ഷണം കയറിയാൽ, കാരണം ഏത് രാഷ്ട്രീയക്കാരൻ എത്ര ഇച്ഛാശക്തിയോടെ ഇറങ്ങിയാലും സംഘടനാ സംവിധാനത്തിൻ്റെ ശക്തി കൊണ്ട് ഉദ്യോഗസ്ഥ സംവിധാനം അതിനെ പരാജയപ്പെടുത്തുന്ന കേരളം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മന്ത്രി ആഗ്രഹിച്ചിട്ട് പോലും നടക്കാത്ത കാര്യങ്ങൾ, മാറ്റങ്ങൾ ഇപ്പോഴും ഉണ്ട് കുറേയൊക്കെ. അപ്പോൾ ആ മാറ്റം ഉണ്ടാകാൻ ഉദ്യോഗസ്ഥ സംവിധാനം, അവരുടെ സംഘടനാ സംവിധാനം ഒപ്പം ശക്തമായി ആവശ്യപ്പെടുന്ന ഒരു പൊതുസമൂഹം ഉണ്ടാകുമ്പോൾ അത് സാധ്യമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് കുറച്ചുകൂടി സമയമുണ്ട്. ഒരു 1 ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഓഡിയൻസിൽ നിന്ന് ചോദിക്കാം. എൻ്റെ പേര് ധന്യ. ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഞാൻ സാറിൻ്റെ സാർ ആദ്യമായിട്ട് എഴുതിയ ലേബർ ഇന്ത്യയിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് സാറിൻ്റെ സഞ്ചാര അനുഭവങ്ങൾ ആദ്യമായിട്ട് ഞാൻ വായിക്കുന്നത്. കംബോഡിയയിലെ ഒരു അനുഭവം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ സാറിൻ്റെ സഞ്ചാരത്തിൻ്റെ സഫാരി ചാനലിലുള്ള എല്ലാ യാത്രാനുഭവങ്ങളും ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ യാത്രകൾ ചെയ്യാൻ ആഗ്രഹിച്ച് യാത്രകൾ പോയി. തായ്ലൻഡ് പോയി, കസാക്കിസ്ഥാൻ പോയി, പിന്നെ ഇവിടെ ഇന്ത്യയിൽ തന്നെ ഹൈദരാബാദ്, ആ ഏരിയയിലൊക്കെ പോയി. അപ്പോൾ സാറിൻ്റെ ആ ഒരു ഒറ്റ ചാനൽ കാരണമാണ് എനിക്കങ്ങനെ യാത്ര ചെയ്യാനൊക്കെ പറ്റിയത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ ഒരു സെൽഫ് ഐറ്റിനറി പ്രിപ്പയർ ചെയ്ത് പോകുന്നതാണോ ബെറ്റർ, അല്ലെങ്കിൽ ഒരു പാക്കേജ് എടുത്ത് പോകുന്നതാണോ ബെറ്റർ? അതൊന്ന്. രണ്ടാമത്തെ ചോദ്യം, ഒത്തിരി അനുഭവങ്ങൾ സാറിനുണ്ട്. സാറിന് മറക്കാനാവാത്ത ഒരു അനുഭവം പങ്കുവയ്ക്കാമോ? ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇപ്പോൾ നിങ്ങൾക്ക് പോകേണ്ട സ്ഥലങ്ങളിൽ എന്താണ് കാണേണ്ടതെന്ന് കൃത്യമായൊരു വീക്ഷണം ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ കംബോഡിയയിലേക്കാണ് പോകുന്നതെങ്കിൽ കംബോഡിയയിൽ പല ആക്ടിവിറ്റീസ് ഉണ്ട്. കംബോഡിയയിലാണ് അവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമുള്ളത്, ആങ്കോർ വാറ്റ് എന്ന് പറയുന്ന ക്ഷേത്രം. അതാണ് നിങ്ങളുടെ ഫോക്കസ് എങ്കിൽ നിങ്ങൾ പോവുക സിയാം റീപ്പിലേക്കായിരിക്കും, ആ കാഴ്ചകളിലേക്കായിരിക്കും, തിരിച്ചു വരും. പല ടൂർ കമ്പനികളും അതാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളാണ് മിക്കവാറും പാക്കേജ് ടൂറിൽ ഉൾപ്പെടുക ഒരു രാജ്യത്തിൽ പോകുമ്പോൾ. എന്നാൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് പോൾപോട്ടിൻ്റെ ഭരണകാലത്തെ കില്ലിംഗ് ഫീൽഡുകൾ, അവിടുത്തെ ജയിലുകൾ, അവിടുത്തെ പീഡനമുറികൾ, അതിൻ്റെ അവശേഷിപ്പുകൾ, ഇതൊക്കെയാണ് കാണണ്ടെങ്കിൽ നിങ്ങൾ നോംബനിലേക്ക് പോകണം, അതിൻ്റെ പരിസരങ്ങളിലേക്ക് പോകണം, തലസ്ഥാന നഗരത്തിലേക്ക് പോകണം. അതിന് ചിലപ്പോൾ നിങ്ങൾ തന്നെ ഒരു ഐറ്റിനറി ഉണ്ടാക്കി നിങ്ങൾ തന്നെ ഇപ്പോൾ ടൂർ കമ്പനികളെ ആശ്രയിക്കാം. കാരണം അവർ ഹോട്ടൽ ബുക്ക് ചെയ്ത് തരും, അവിടുത്തെ കാറുകൾ അറേഞ്ച് ചെയ്ത് തരും, ഫ്ലൈറ്റ് ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് അതൊക്കെ സഹായിക്കാം. പക്ഷേ ഗ്രൂപ്പ് ടൂറുകൾ ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല. എന്നാൽ ഗ്രൂപ്പ് ടൂറുകൾക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒന്നും അറിയാതെ ലിഷേർലി ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾ അവരെ ഫോൺ ചെയ്യുക മാത്രം, പിന്നെ അവരാവശ്യപ്പെടുന്ന പൈസ അങ്ങ് ട്രാൻസ്ഫർ ചെയ്യുക മാത്രം ചെയ്താൽ
നിങ്ങളുടെ വിസ ഉൾപ്പെടെ സർവ്വ സാധനം എടുത്ത് നിങ്ങളെ വിമാനത്തെ കയറ്റി അവിടെ കൊണ്ടുപോയി ഇറക്കി അവിടെ കാഴ്ചകളിലേക്ക് കൊണ്ടുപോയി നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല, തിരിച്ചിവിടെ വരാം. ഇതാണ് ഈ വ്യത്യാസം. നിങ്ങൾ അല്പം ടെൻഷൻ എടുക്കാനും കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനും കുറച്ച് വെയിൽ കൊള്ളാനും കുറച്ച് യാത്രയ്ക്ക് മുമ്പ് പഠിക്കാനും ഒക്കെ തയ്യാറാണെങ്കിൽ, അതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും തനിച്ച് നടത്തുന്ന യാത്രകളാണ് നല്ലത്. പിന്നെ അത്ഭുതപ്പെടുത്തുന്ന അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അതെല്ലാം ഞാനിപ്പോൾ ഈ സഞ്ചാരിയുടെ എയർകുറിപ്പ് എന്ന് പറഞ്ഞ പരിപാടിയിൽ എല്ലാ ആഴ്ചയും പറഞ്ഞ് അതെല്ലാം തീർന്നുപോയി. അപ്പോൾ ഇനി പുതിയ അനുഭവങ്ങൾ ഉണ്ടായി വരണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ ഓസ്ട്രേലിയയിലായിരുന്നു. അപ്പോൾ അവിടെ പെർത്തിൽ ഞാൻ കുറേ മലയാളികൾ എന്നെ പല കാഴ്ചകളിലേക്ക് കൊണ്ടുപോകാനൊക്കെ സഹായിച്ചു. അപ്പോൾ ആ മലയാളികളിലെ ഒരാൾ എൻ്റെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ മുതൽ ചോദിക്കുന്നുണ്ട്, ഈ അബോർജിൻസിനെ നമുക്ക് കാണാനും അവരുടെ എന്തെങ്കിലും അവരുടെ സാഹചര്യങ്ങൾ കാണാനും പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള പരിമിതികളെക്കുറിച്ച് അവർ പറഞ്ഞത്. പക്ഷെ അതിലൊരാൾ ഇത് അവസാന ദിവസം യാത്ര തിരിച്ചു പോരുന്നതിൻ്റെ തലേ ദിവസം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഇത് മാത്രം കിട്ടിയിട്ടില്ല. ഉടനെ ആ മലയാളി ഫോൺ എടുത്തിട്ട് ഒരാളെ വിളിച്ചു, ബ്രദർ എവിടെയുണ്ട്? എൻ്റെ നാട്ടിൽ നിന്ന് ടെലിവിഷൻ്റെ ഒരാൾ വന്നിട്ടുണ്ട്, പ്ലീസ് എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. നിങ്ങൾ വന്ന് നിങ്ങളുടെ ഒരു ഡാൻസ് അദ്ദേഹത്തെ ഒന്ന് ചെയ്ത് കാണിക്കണം. വീണ്ടും കുറച്ച് ഇംഗ്ലീഷിലാണ് കുറച്ച് നേരം സംസാരിക്കുന്നു. ബ്രോ എനിക്ക് വേണ്ടി അത് ചെയ്യേ, ഞാൻ പൈസയൊന്നും തരില്ല, ഞാൻ KFC 2 പാക്കറ്റ് മേടിച്ച് തരും, 2 പാക്കറ്റ് ഫാമിലി പാക്കറ്റ് KFC തരും, അദ്ദേഹത്തിന് വേണ്ടി ചെയ്യണം. ഞാൻ വിചാരിച്ചു ഇതൊന്നും നടക്കുകയില്ലെന്ന്. പക്ഷേ 6 മണി എന്ന് പറഞ്ഞ സമയത്ത് ഒരു വലിയ വണ്ടിയിൽ ഒരു 8 അബോർജിൻ ആളുകൾ വന്നിറങ്ങുന്നു. അവരുടെ ഗോത്രവേഷത്തിൽ അവർ മേത്തൊക്കെ ആ കുറിയൊക്കെ തൊട്ട് വന്ന് എൻ്റെ മുമ്പിൽ ഒരു 5 മിനിറ്റ് നേരം അവരുടെ ആചാരപരമായ ഒരു പെർഫോമൻസ് നടത്തുന്നു. ഈ KFCയുടെ 2 ഫാമിലി പാക്കറ്റും വാങ്ങി നന്ദിയും പറഞ്ഞ് എനിക്ക് വിളിച്ചു തന്ന ആ സുഹൃത്തിന് 2 ഉമ്മയൊക്കെ കൊടുത്ത് അവർ പോകുന്നു. അപ്പോൾ അതാണ് ഈ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവം. വളരെ രസകരമായ ഒരു അനുഭവമാണ്. വളരെ നിസ്സാരമായ ചെലവിൽ നമുക്ക് കാര്യങ്ങൾ എങ്ങനെ വലിയ കാര്യങ്ങൾ എങ്ങനെ നേടിയെടുക്കാമെന്നുള്ളതാണ്. ചെറിയ കാര്യം നേടുകയല്ല, കേരളത്തിൽ നിന്ന് പോയൊരു മലയാളിക്ക് അവിടുത്തെ അബോർജിൻ സമൂഹത്തോട് പോലുള്ളൊരു ബന്ധമാണ് ഞാൻ കണ്ടത്. അത് തന്നെ. അപ്പോൾ നമുക്ക് എനിക്കൊരു ചെറിയ കാര്യം കൂടെ പറയാനുണ്ട്. കോഴിക്കോട് ഞാൻ പറഞ്ഞു തുടങ്ങിയത് അങ്ങനെയാണ്. കോഴിക്കോടും തിരുവനന്തപുരത്തുമുള്ള പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ജനസാന്നിധ്യം ഇവിടെ ഉണ്ടാകുമെന്നൊരു ആശങ്ക ഉണ്ടായിരുന്നുവെങ്കിലും ആ ആശങ്ക ഇല്ലയെന്ന് തെളിയിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, കോഴിക്കോട് ഇവിടെ ആയിട്ടുള്ളൊരു വ്യത്യാസം എന്നറിയോ? കോഴിക്കോട് നല്ലൊരു ചോദ്യം ചോദിച്ചാലും ഒരു മറുപടി പറഞ്ഞാലും നിറഞ്ഞ കരഘോഷമായിരിക്കും. അവിടെ നിന്നൊരു കാര്യം പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഊർജം, മനുഷ്യരുടെ ആ പ്രോത്സാഹനവും കയ്യടിയുമാണ്. അതുകൊണ്ടായിരിക്കും എല്ലാവരും കോഴിക്കോട് പോകുന്നത്. നിങ്ങൾ വിടരുത്, ഇനി മുതലുള്ള പരിപാടിക്കെങ്കിലും നിറഞ്ഞ കൈയടി കൊണ്ട് പ്രസംഗിക്കാൻ വരുന്നവരെ, സംസാരിക്കാൻ വരുന്നവരെ ഇനിയും വരണമെന്ന് തോന്നിപ്പിക്കണം. നമ്മൾ മധ്യ കേരളക്കാർ ഇച്ചിരി റിസർവ്ഡാ, ഇവനൊക്കെ ആരാ കൈയടിക്കാൻ എന്ന് അതങ്ങ് വിടുക. കൈയടിക്കുക, കൈയടിച്ചവൻ ഒന്നും നിങ്ങളെ കൊണ്ടുപോവില്ല, ആ കൈയടി കൊണ്ടൊന്നും നമ്മൾ നേടുന്നുമില്ല. പക്ഷേ പറയാനുള്ളൊരു ഊർജ്ജം കൂടുതൽ കിട്ടും. പറയണ്ടെന്ന് വിചാരിച്ചതും കൂടെ പറയാനൊരു തോന്നലുണ്ടാവും. ഞാനൊരു പകുതി കാര്യം ഇനിയും പറയാനുണ്ട്. അടുത്ത വർഷം ഇവിടെ നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൈയടി നന്നായാൽ അടുത്ത തവണ നന്നായിട്ട് പറയാം. താങ്ക് യു. ഇവനൊക്കെ ആരാ എന്നുള്ള ആറ്റിറ്റ്യൂഡ് ശരിയായി കാണണമെങ്കിൽ താങ്കൾ ഞങ്ങളുടെ സ്ഥലത്തേക്ക് വരണം, കോട്ടയത്തേക്ക്. അതുകൊണ്ടാണല്ലോ മനോരമ കോട്ടയത്ത് ഈ പരിപാടി വെക്കാത്തത്.